ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 5-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ഒന്നുറക്കെ വായിച്ച്, ആ വായിക്കുന്നയാൾ പ്രസംഗം തീരും മുൻപ് 1-2 വാക്യങ്ങൾ കൂടെ ചിലപ്പം വായിക്കേണ്ടി വരും. ഏറ്റവും ഒടുവിലത്തെ ഭാഗം വരുമ്പോൾ അതിനും കൂടെ തയ്യാറായിരിക്കണമെന്ന് ഉറപ്പിച്ച് ആ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പറ്റുന്ന വേദഭാഗമാണോ എന്ന് ചോദിച്ചാൽ, സാധാരണ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ആളുകൾ പറയും പുറത്തുനിന്നുള്ള ആളുകളുണ്ട്, അകത്തുനിന്നുള്ളവരുണ്ട്, എല്ലാവർക്കും പറ്റിയതൊക്കെ പറയണം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഈ വാക്യം വായിച്ചതിന് ശേഷം നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. എൻ്റെ പേര് ലഗിയോൻ എന്നാണെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഒരാളും സ്തോത്രം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, ആ വാക്യത്തിൻ്റെ പ്രശ്നമായിരിക്കും. അതേ സമയത്ത് പഴയ മത്തിയിൽ നിന്ന് വല്ല വാക്യം എടുത്തിട്ട് ശിംശോൻ എഴുന്നേറ്റു, ശത്രു ഒതുങ്ങി തുടങ്ങി എന്നൊക്കെ വാക്യമായിരുന്നെങ്കിൽ മൺകലത്തിൽ നിന്ന് മലര് പൊട്ടുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് ഇന്ന് ശത്രുവിനെ ചതച്ച് അരച്ച് കളയും എന്ന വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞേനെ. അപ്പോൾ ഈ ഒരു മാനസിക രോഗിയുടെ ഒരു ഭ്രാന്തൻ്റെ ഒരു സംഭവമായതുകൊണ്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരു നിർവികാരത അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വാക്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ, ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു കൺവെൻഷൻ നടത്തി 86-ാമത്തെ യോഗം. ഞാൻ ജനിച്ച് ഈ കൺവെൻഷൻ തുടങ്ങി, ഇവിടുത്തെ മാവേലിക്കര ഈ സെൻറ്ററിൻ്റെ കൺവെൻഷൻ തുടങ്ങി 30 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം എൻ്റെ വയസ്സ് കൂട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ കുട്ടി കിട്ടിയല്ലോ. അപ്പോൾ ഈ നല്ലൊരു കൺവെൻഷനായിട്ട് ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 10-35 അത്ഭുതങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ മാന്യമായ അന്തസ്സുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ, അതും കൺവെൻഷന് വിശ്വാസികൾക്ക് മാത്രം കൂടിയ സ്ഥലത്ത്, ഞാനുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഓർത്തിട്ടാണ് പല ആളുകളും സ്തോത്രം പറയാത്തത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുഖവരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് എന്നൊന്ന് സ്ഥാപിക്കേണ്ടത് ഈ പ്രസംഗം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിലേക്കൊന്ന് വരാം. നമ്മളും ഈ ഭ്രാന്തനായ മനുഷ്യൻ തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ, എൻ്റെ പിറകിൽ ഡോക്ടർ സാറൊക്കെ ഇരിക്കുന്നുണ്ട്, എവിടെയെങ്കിലും വല്ല പിഴവുണ്ടായാൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടോളാം. യോഗം കഴിയുമ്പം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എനിക്ക് കറക്ഷനൊക്കെ തരും. നമ്മളൊന്നും എല്ലാം തികഞ്ഞ ആളുകളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖലയിലൊക്കെ ഒന്ന് കൈവെക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ധൈര്യം കിട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പുറകിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായാൽ ഇത് കഴിയുമ്പോൾ ഞാൻ പോയി ചോദിച്ചോളാം, സാറേ തിരുത്തേണ്ടതല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചോളാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 10 മിനിറ്റും കൂടെ സമയം എടുക്കേണ്ടതായിരുന്നു എന്ന ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പറയുന്നത് എല്ലാ ആളുകൾക്കും 10% അൺനോർമൽ അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാലൊരു സുഖം തോന്നും, കാരണം ഇംഗ്ലീഷ് വാക്കല്ലേ. തനി മലയാളം എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഒരു 10% എല്ലാവർക്കും എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം 90% കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് തെളിയുന്നതെന്നറിയാമോ? ഈ വികാരവും വിവേകവും ഒരു മനുഷ്യനിൽ ഉണ്ട്, ഒരേ സമയത്തുണ്ട്, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യില്ല.
ആദ്യം മിക്കവാറും വർക്ക് ചെയ്യുന്നത് വികാരമായിരിക്കും. ആദ്യം വികാരം വന്ന് അതിൻ്റെ പ്രവൃത്തികളെല്ലാം തികച്ച് യുദ്ധക്കളമാക്കി പോയി കഴിയുമ്പോഴാണ് ആര് പൊങ്ങി വരുള്ളൂ? വിവേകം പൊങ്ങി വരുന്നത്. ഉദാഹരണം പറയാം. എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകുടിയനായിരുന്നു. അപ്പോൾ കള്ളുകുടിയന്മാരുടെ സ്വഭാവം അറിയാമല്ലോ. ഞങ്ങളൊക്കെ പണ്ടത്തെ ഉപദേശിമാർ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പം എൻ്റെ അപ്പൻ നല്ല കഥാപ്രസംഗനാണ്, നന്നായിട്ട് പാട്ട് പാടും. ഞാൻ ആ കഥാവേദിയിൽ വർഷങ്ങൾ കഥ പറഞ്ഞ ആളാണ്. അങ്ങനെയാണ് സുവിശേഷ രംഗത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ അപ്പൻ പോകുമ്പോൾ യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ എന്നുള്ള മനോഹരമായ പാട്ട്, ശ്രുതി, താളം, ലയം, രാഗം ഒക്കെ ഉണ്ട്. അടുത്തുനിന്ന് കേൾക്കാൻ കൊള്ളാം. ആ പാട്ട് പാടിക്കൊണ്ടാണ് പോകുന്നത്. അതേ പാട്ടാണ് വൈകിട്ട് വരുമ്പോഴും പാടുന്നത്. പക്ഷേ ഇലക്ട്രോണിക് ഭാഷയിൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. യേശുവിന് എന്നാടി സ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈകിട്ട് വരുന്നത്. അപ്പോൾ ശ്രുതിയില്ല, താളമില്ല, ലയമില്ല, രാഗമില്ല. അടുത്തൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അകലെ നിന്ന് കേൾക്കാം. എൻ്റെ വീട്ടിൽ വരുമ്പം കള്ളുകുടിയന്മാർ വീട്ടിൽ വരുന്നതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പിടിച്ച വാക്യമാണ്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കം ഉഷസിലോ. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കള്ളുകുടിയന്മാർ 2 സമയത്ത് നല്ല ആളുകളാണ്, ഒരു കുഴപ്പമില്ല. ഏതൊക്കെ സമയത്താണ്? 1 ഉറങ്ങുമ്പം ഒരു കുഴപ്പമില്ല, 2 നേരം വെളുക്കുമ്പം. അപ്പോൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മറൊന്നും മെസ്സിയൊന്നും എൻ്റെ ഹീറോ ആകാത്തതിൻ്റെ കാരണം അവർ കാറ്റ് നിറച്ച പന്താണ് അടിച്ചു വിടുന്നത്. എൻ്റെ അപ്പൻ 60 കിലോ ഉള്ള അമ്മയെ അടിച്ചു വിടുന്നത് പന്ത് പോലെ പുറത്തുനിന്നൊക്കെ പലവട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് അപ്പൻ്റെ അത്ര ഹീറോയിസം വേറെ ആരും തോന്നാറില്ല. അപ്പോൾ നേരം വെളുത്ത് ഇങ്ങനെ ഒരു യുദ്ധക്കളം പോലെ ഇരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ചായ ചോദിക്കുമ്പം അമ്മ പൊട്ടിയ ചട്ടിക്കകത്ത് ചായ കൊണ്ട് കൊടുക്കും. അപ്പം ചോദിക്കും, പൊട്ടാത്തൊന്നും ഇല്ലയോ? അപ്പം അമ്മ പറയും, എല്ലാം പൊട്ടി, സാരമില്ല, ഉച്ച കഴിഞ്ഞെല്ലാം വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറയും. അപ്പം അന്നേരം അമ്മ ചാർജാവും. കാരണം ഈ അപ്പൻ വളരെ ശാന്തമാകുമ്പം അമ്മ ചാർജാവും. അപ്പം അമ്മ പറയും, ഇന്നലെ ഇപ്പം എന്ത് മര്യാദക്കാരൻ, ഇന്നലെ നിങ്ങൾക്കെന്നാ കണ്ടോ, അനുഭവിച്ചാലായി പറയുന്നത്, ഇന്നലെ നിങ്ങൾക്കെന്നാ സത്യമാണ്. അപ്പോൾ എല്ലാ ആളുകളുടെയും ഉള്ളിൽ എന്തുണ്ട് മക്കളെ? ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഏത് വികാരവും ആറി തണുത്താലും ലക്ഷണക്കേടാണ്, കൂടിപ്പോയാലും കുഴപ്പമാണ്. കോപം നോക്കി ബൈബിളിൽ, കോപം മുഴുത്താൽ എന്താവും? എന്താവും? എന്ത് തമാശ പറഞ്ഞിട്ട് ഒരാൾ ചിരിക്കുന്നില്ല, എന്ത് വൃത്തികേടാണ് ആ മുഖം, ഇല്ലേ? ചിരിക്കാത്ത ഒരാളുടെ മുഖവും വീട്ടിലെ മൃഗത്തിൻ്റെ മുഖവും ഒരുപോലെ ഇരിക്കും. വേണമെങ്കിൽ സെൽഫി എടുത്തുകൊണ്ട് നോക്കാം, മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഒരു തമാശ പറഞ്ഞ് ഒരാൾ നിർത്താതെ ചിരിക്കും, യോഗം കഴിഞ്ഞിട്ടും ചിരി നിർത്തുന്നില്ല, അപകടമാണ്. അത് നമ്മൾ പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരും സംഗതി. അപ്പോൾ എന്ത് വികാരവും, ആത്മീകം പോലും വചനത്തിൻ്റെ അതിര് വിട്ടാൽ മറ്റൊരു ലെവലിലേക്ക് മാറും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്കെല്ലാം എന്തുണ്ട്? 10% എവിടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. ഇയാളുമായിട്ടാകുന്ന ആളൊന്നും അല്ല. ഈ രണ്ടാമത്തെ കാര്യം, ഈ 5-ാം അധ്യായത്തിൽ ഈ മനുഷ്യൻ്റെ, ഈ രോഗിയുടെ, ഭൂതഗ്രസ്തൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ആ ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്കും ഈ സ്വഭാവം ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് വേറെ ഇനി പാരാമ്യ ഭാഷ തപ്പേണ്ട കാര്യമൊന്നുമില്ല. 1, ഇയാൾ ആരോടൊന്നില്ലാതെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ്. അപ്പോൾ ആരോടൊന്നില്ലാതെ ഭയങ്കര ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞു നടക്കുന്നത് എന്തിൻ്റെ ലക്ഷണമെന്നാണ്? സജി സാറ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ എഴുന്നേറ്റിട്ട് ഈ മൊബൈൽ ഫോൺ പിള്ളേർക്ക് കൊടുക്കുന്നത് പിള്ളേരുടെ മുഖം ആകെപ്പാടെ പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകും. ഞങ്ങളൊക്കെ കയറിയിട്ട് അത് പറയും, അവർക്കൊരു വിഷമാണ് സത്യം പറഞ്ഞ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ജനിച്ചവരാണ് ഞങ്ങളെന്നൊക്കെ നിങ്ങൾ തോന്നിപ്പോകും. സാറ് പറഞ്ഞ കാര്യം സാറേ 1000% സത്യമായ കാര്യമാണ്. 1000 വട്ടം. ഈ മൊബൈല് കണ്ടുപിടിച്ചവരും ഈ ഫേസ്ബുക്കും വാട്സാപ്പും കണ്ടുപിടിച്ചവരൊക്കെ മക്കൾ ആ സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അവരുടെ മക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അവരത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല, പരിശീലിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരു ഭ്രാന്തനെ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഒരു മര്യാദക്കാരനെ പോലും കാണാനില്ല. കാരണം മൊത്തം ഉറക്ക വർത്താനം പറയുന്നവരാ. ഹെഡ്സെറ്റ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതും കൂടെ ചെവിയിൽ വെച്ച് ഈ എന്നാ വർത്തമാനം, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പം റൂട്ട്സിൻ്റെ ഹോൺ അടിച്ചാലും
കേൾക്കുകയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം അതിൻ്റെ എണ്ണം 120 കോടിയിൽ കവിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ കണക്ക്. അടുത്ത കാര്യം ഞാൻ ചോദിക്കുന്നത്, മണിക്കൂറുകൾ ഈ മൊബൈൽ ചൂടാകുന്നത് വരെ നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കാനും വാട്സാപ്പ് കൈകാര്യം ചെയ്യാനും അറിയാം. ഇന്നുവരെ ഹൃദയം ചൂടാകുന്നത് വരെ ജന്മം തന്ന ദൈവത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ് മക്കളെ, അല്ലാണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമുള്ളതൊന്നും പറയല്ല. ഇനി ഇയാളുടെ വേറൊരു കാര്യം നിങ്ങൾ നോക്കണം. എന്താ കാര്യം? ഇവനെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. ലൂക്കോസിൻ്റെ സുവിശേഷവും മർക്കോസ് 5 കൂടെ ചേർത്ത് പഠിച്ചോളണം. അപ്പോൾ ആർക്കും അടക്കാൻ കഴിയാത്ത ആളാണ് ആര്? ഭ്രാന്തൻ. ആരും എന്നെ ഉപദേശിക്കണ്ട. നിങ്ങളൊന്നും പറയുന്നത് ഞാൻ കേൾക്കൊന്നുമില്ല. എനിക്കത് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇരട്ടച്ചങ്കനെന്നോ മുച്ചങ്കനെന്നൊക്കെ ആളുകൾ വിളിച്ചു തുടങ്ങിയ ഓരോരുത്തരെ. അങ്ങനെ ഒരാൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവൻ ഇരട്ടച്ചങ്കനാണെന്നല്ല, ഇവൻ ഇതിൻ്റെ ലക്ഷണം തുടങ്ങിയിരിക്കുന്നു എന്നാണ്. എൻ്റെ കുഞ്ഞെ ആർക്കെങ്കിലുമൊക്കെ കീഴടങ്ങണമെന്നേ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഈ പെന്തിക്കോസിനകത്തോട്ട് ഓടിക്കേറിയതൊന്നുമല്ല ഈ ഉപദേശിമാരൊന്നും. കയറാതിരിക്കാൻ അരക്കൈ നോക്കിയതാണ്, അവസാനം ഫുൾ കൈ ഇടേണ്ടി വന്നു. ചൂടാ എന്നിട്ടും ഫുൾ കൈ. ഇതങ്ങനെ ചുരുട്ടി വെക്കാൻ തോന്നുന്നില്ല എന്തെങ്കിലും. അപ്പോൾ അത് ഓർത്തോളം നിങ്ങൾ ആർക്കും കീഴടങ്ങാത്തവരാണെങ്കിൽ കീഴടങ്ങിയേ പറ്റൂ. 55, 60, 70, 80 വയസ്സാകുമ്പോൾ ചുരുട്ടിക്കെട്ടുന്ന പ്രായത്തിൽ എന്നാൽ ഇനിയുള്ള കാലം കർത്താവിനെന്ന് പറയാതെ നിങ്ങൾക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചപ്പോൾ ചോര തിളയ്ക്കുന്ന പ്രായമായിരുന്നുകൊണ്ട് പറ്റുമെങ്കിൽ ഈ പ്രായത്തിൽ യേശുവിൻ്റെ അടുക്കൽ വാ. ആർക്കെങ്കിലും ഒതുങ്ങണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് പറഞ്ഞ് നെഞ്ചും നെറ്റിയും ഉയർത്തി നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ യേശു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെറുതായിക്കൊള്ളാം, നീ വലുതാകണം. അർത്ഥം, നിങ്ങൾക്ക് സ്വയം വലിപ്പം തോന്നേണ്ട കാരണം വലിയവൻ ഇതുവരെ അകത്ത് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി മറ്റൊരു ലക്ഷണം കൂടെ പറയാം. ഈ പുള്ളിക്കാരന് വസ്ത്രം തീരെ കുറവായിരുന്നു. നമ്മളത് പിന്നീട് വായിക്കുന്നുണ്ട്. എവിടെ? അവൻ്റെ അസുഖമെല്ലാം മാറിയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു പ്ലസ് സുബോധം പൂണ്ടു. അതാണ്. അപ്പോൾ വസ്ത്രം ധരിക്കലും സുബോധവും തമ്മിൽ ബന്ധമുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ നീളം കുറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? എടുത്തു കഴിഞ്ഞ തുണിയുടെ അവസാനം 20 സെൻറ്റിമീറ്റർ വന്നതുകൊണ്ട് റിഡക്ഷൻ സെയിൽസ് മാനേജരോട് പിശുക്കി മേടിച്ച തുണി കൊണ്ട് അടിച്ച ചുരിദാറും പാൻറ് ഷർട്ടുമാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇനി ഇവന് ഒരു സ്ക്രൂ ഇവിടെ ഇളകാനുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മറയ്ക്കാനാണ് വസ്ത്രം, പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇതെല്ലാം കാണുമ്പം മനസ്സിലാക്കണം, നമ്മുടെ ഇടയിലും ആരുണ്ട്. പറഞ്ഞോന്നേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ മനസ്സിലായില്ല ഇവൻ അമ്മായിയുടെ മോനാണെന്ന്. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ ഇത് നമ്മൾ തന്നെയാണോന്ന് അത് നിങ്ങൾ പ്രസംഗം തീരുമ്പം ചിന്തിച്ചാൽ മതി. ഇനി ഞാൻ ചിന്തിക്കാൻ പോകുന്ന വേറെ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ ഭാഗത്തിലേക്ക് ഈ ഭൂതത്തിൻ്റെ പൈശാചിക ശക്തിയുടെ ചില കാര്യങ്ങൾ എങ്ങനെയോ ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് പറയാം. തിയോളജിക്കൽ മിസ്റ്റേക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു പഠിക്കണം, നോക്കി പഠിക്കണം. ആരിൽ നിന്നും പഠിക്കാനുണ്ടല്ലോ. അതിലൊന്ന് ഈ ഭൂതത്തിൻ്റെ കാര്യം പറയുക. കണ്ട പാടെ ഇവൻ യേശുവിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നു, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന രക്ഷിതാവ് യേശു മാത്രമാണെന്ന തിരിച്ചറിവ് അവനുണ്ട്, നിങ്ങൾക്കുണ്ടോ? കണ്ടുപിടിക്കണം. 2, നമ്മുടെ പ്രാർത്ഥനകൾ തടുക്കുന്നവനാണ് പിശാചെന്ന് പലവട്ടം നമുക്കറിയാം. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയത് വായിച്ചിട്ടുണ്ടോ? അവിടെ 3 പ്രാവശ്യമാണ് അവൻ അപേക്ഷിച്ചത്. സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. നാട്ടിൽ നിന്ന് അയച്ചു കളയാതിരിപ്പാൻ
അപേക്ഷിച്ചു, ഏറിയോന്ന് അപേക്ഷിച്ചു. പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന്, അതല്ലേ പ്രാർത്ഥന. വഴുതികളെ കാണാമല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ അപേക്ഷയല്ലേ പ്രാർത്ഥന. സത്യം അവനറിയാം. ഈ കാണുന്ന ചുവരിലൊന്നും എഴുതി വച്ചിരിക്കുന്ന അപേക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരാളും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ലെന്നും ഈ നിൽക്കുന്നവനാണ് പ്രാർത്ഥന കേൾക്കുന്നവനെന്നും അവനറിയാം. നിങ്ങൾക്കറിയാമോ? ഇനി യൂണിറ്റി നമിക്കണം പുള്ളിക്കാരന്. 6000 ഭൂതമെന്നാണ് കൊടുത്തിരിക്കുന്നത്. റോമൻ ബറ്റാലിയൻ്റെ പേരാണെന്ന് മാർജിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ച് സമ്മതിക്കേണ്ടി വന്നു പല കാര്യങ്ങൾ. എന്താ കാര്യം? നമ്മുടെ ഇടയിൽ 6000 പേരുള്ള സഭയുണ്ടോ? നമ്മൾ 10-35 സെൻറ്റർ കൂടിയിട്ട് ഒരു 6000 പേരുണ്ടോ? ഈ 6000 പേരുള്ള ഇവൻ്റെ അകത്ത് പ്രസിഡൻ്റ് ഉണ്ടോ? സെക്രട്ടറി ഉണ്ടോ? നിങ്ങളെന്നാ മിണ്ടാത്ത? പാനലുണ്ടോ? തെരഞ്ഞെടുപ്പുണ്ടോ? അഴിമതിയുണ്ടോ? കുതിരക്കച്ചവടം ഉണ്ടോ? വോട്ടുപിടുത്തമുണ്ടോ? 10-12 കൊല്ലമെന്നാണ് കണക്ക്. കാരണം മറ്റ് 12 അവിടെയുണ്ട്. 12 വർഷം രക്തസ്രാവം, 12 വർഷം പിന്നെ കൊച്ചിൻ്റെ പ്രായം. അപ്പം ഇതും 12 ആണെന്നാണ് പണ്ഡിതമതം. എല്ലാം ശരിയാകണമെന്നില്ല. 10-12 വർഷമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ 6000 എണ്ണത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൻ കാണിക്കുന്ന ആ മിടുക്ക് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ 6000 ആയെന്നറിയാമോ? അത് പറയാം. ഒരാൾ ചെന്ന് കയറിയപ്പം മനസ്സിലായി ഇത് ഫോറസ്റ്റ് ഏരിയ പോലെ കിടക്കുക, എൻക്രോച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവൻ പോയി എത്ര പേരെ കൊണ്ടുവന്നു? നിങ്ങൾ പറ. 7 എണ്ണത്തെ. ആ 7 പേര് വന്നപ്പോഴും സ്ഥലമുണ്ട്. നമ്മുടെ മാതിരിയാണോ അവൻ? നമ്മുടെ ഒരാൾ അമേരിക്കയിൽ പോയാൽ അയാൾ 50 കൊല്ലം കഴിഞ്ഞ് ഒരാളെ കൊണ്ടുപോകില്ല. കാരണം ഇവൻ കൊണ്ടുപോകാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ 10,000 രൂപേൻ്റെ സ്പ്രേയും കൊടുത്താൽ എല്ലാ കൊല്ലം കൊടുത്താൽ മതിയല്ലോ. ഇവൻ പോയി 749 കൊണ്ടുവന്നു. അവർ പോയി 7 എണ്ണത്തെ കൊണ്ടുവന്നു. അങ്ങനെ ഇവൻ്റെ ഹൃദയത്തിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചു, ഹൗസ് ഫുൾ. ഞാൻ ചോദിക്കുന്നത്, പാസ്റ്റർമാരോടൊന്നും ചോദിക്കല്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മുടെ സഭാഹാളിന് മുമ്പിൽ എന്ന് വെക്കും ഹൗസ് ഫുൾ എന്ന ബോർഡ്? എന്താ കാര്യം? ഒരെണ്ണം പോയി 7 എണ്ണത്തെ കൊണ്ടുവരണ്ട, ഈ ഞായറാഴ്ച പോകുന്നവൻ അടുത്ത ഞായറാഴ്ച വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. 7 എണ്ണത്തെ കൊണ്ടുവരണ്ട, ഇത് നിങ്ങളെ കഴിഞ്ഞ് വന്നേച്ചാൽ മതി. അവൻ്റെ യൂണിറ്റി കണ്ടോ? നമ്മൾ യൂണിറ്റി എന്താ? യൂണിറ്റി 2000 പന്നിയിലേക്ക് പോകട്ടെ, 2000 കഴുതയിലേക്ക് പോകട്ടെ, 2000 കോലാട്ട് പോട്ടെ, ഇല്ല 6000 എങ്ങോട്ട് പോട്ടെ? അതിനർത്ഥം എന്താണ്? ഞാൻ കണ്ടുപിടിച്ച വാക്യം പറയാം. ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവൻ്റെ അകത്ത് ജീവിക്കും, ചാകുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ചാവും. ഈ യൂണിറ്റി നമുക്കുണ്ടോ? മനുഷ്യനേക്കാൾ എത്ര മെച്ചപ്പെട്ടതാണ് മൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ഇല്ലേ? പടിഞ്ഞാറോട്ട് പറക്കുന്ന കാടപ്പക്ഷികളോട് ദൈവം ചോദിച്ചു, എവിടെ പോകുന്നു? അന്നുള്ള കൊറ്റിനുള്ള വക തേടി പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി ഞങ്ങൾ പറക്കുന്നു. പറക്കണ്ട, തിരിച്ചു പറന്നോളൂ. സന്തോഷം കൊണ്ട് കൂട്ടിലേക്ക് പറക്കാൻ നേരം ദൈവം പറഞ്ഞു, കൂട്ടിലേക്കല്ല, കൂടാരത്തിലേക്ക്. എന്തിന്? എൻ്റെ ജനത്തിന് മാംസാഹാരം വേണമെന്നൊരാഗ്രഹം. നിങ്ങളെ അല്ലാതെ എനിക്ക് മറ്റൊന്നിപ്പോൾ കൊടുക്കാനില്ല. നിങ്ങളുടെ ജീവിതം ഇന്ന് തിരശ്ശീല വീണു. കുട്ടിയും പോലും കളിക്കുന്ന പിള്ളേരവിടെയുണ്ട്. 307 വന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ നിന്നു കൊടുക്കണം, പിടിച്ചെടുത്ത് അവർക്ക് ഭക്ഷിക്കാം. ചാകാനാണെന്നറിഞ്ഞിട്ടും മുൻപേ പറക്കുന്ന പക്ഷി എമൗട്ടേൻ എന്ന് പറഞ്ഞ് മുൻപ് പറന്നിട്ടും ഒരൊറ്റ പക്ഷിയും കൂട്ടിലേക്ക് പറക്കാതെ കൂടാരത്തിലേക്ക് പറന്ന ആ യൂണിറ്റി നമുക്കുണ്ടോ? 150 ജോഡി 300 കുറുക്കന്മാർ വാലോട് വാല് ചേർത്ത് വെച്ച് കിട്ടി. പറയാനൊക്കെ എന്താ എളുപ്പം? ഒന്നാമത് ഈ കുറുക്കൻ ഉടായ്പിന് PhD എടുത്ത, അതിലേക്ക് വാല് തമ്മിൽ കൂട്ടിക്കെട്ടുക എന്ന് പറയും. ഇത് എന്തുട്ടായി പറയണേ? നമ്മുടെ അടുക്കളയിൽ ഒരു കലത്തിൽ നിന്ന് വേവുന്ന കഞ്ഞിയും ചോറും മറ്റും തിന്നുന്നതാണ് പട്ടിയും പൂച്ചയും വീട്ടിലുള്ളത്. ചില പ്രത്യേക സമയത്ത് പട്ടിയും പൂച്ചയും കൂടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ മുറ്റത്ത്? ആ സൗഹൃദം കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു,
നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെയും പൂച്ചയുടെയും വാല് തമ്മിൽ കൂട്ടിക്കെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നാളെ കഴിഞ്ഞ് ചെയ്താൽ മതി, കാരണം സഭായോഗം കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എന്തിനാണ് പട്ടിയും പൂച്ചയും? വിഷമം തോന്നുന്നു. പ്രൗഢഗംഭീരമായി ആഡംബരത്തിൻ്റെ അതിർത്തികൾ വിട്ട് ഇവിടെ നടത്തുന്ന കല്യാണത്തിൽ ഞങ്ങൾ കൂട്ടിപ്പിടിപ്പിക്കുന്ന കെട്ടിയോളും മാപ്പിളയും പോലും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല. പിന്നാണ് പട്ടിയും പൂച്ചയും. പക്ഷേ വാലിൽ തീ പിടിക്കുമ്പോഴും തല തീക്ക് വേണ്ടി വെച്ചു കൊടുക്കുമ്പോഴും ദിഗന്ധങ്ങൾ ഭേദിക്കുമാരുടെ മുദ്രാവാക്യം മുഴങ്ങും യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. അതാണെങ്കിൽ വെച്ചു കൊടുക്കാം ജീവിതം എന്ന് പറയുന്ന ആ മൃഗങ്ങളുടെ യൂണിറ്റി നമുക്കുണ്ടോ? ഇന്ന് രാത്രിയിൽ 70-800 അടി താഴ്ചയുള്ള 13-7 മൈൽ നീളവും വീതിയുമുള്ള 22 തരത്തിലുള്ള മീനുള്ള ഗന്നേസരെ തടാകത്തിന്റെ കരയിൽ തലങ്ങും വലങ്ങും വന്ന് വല വീശുമ്പോൾ ഒരെണ്ണം കയറിപ്പോകരുതെന്ന് പറഞ്ഞു. കയറിയില്ല. മുക്കുവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മത്സ്യപിടുത്തത്തിൽ PhD ഉള്ളവനാണ്. പക്ഷെ ഒരൊറ്റെണ്ണം കയറിയില്ല. അന്ന് രാത്രിയിൽ മത്സ്യക്കൂട്ടങ്ങൾ പാട്ടുപാടി ആരാധിച്ചു. നീങ്ങിപ്പോയി. നേരം വെളുക്കുന്നൊരു പാട്ടാ. പടിഞ്ഞാറ് ചഞ്ചായം പൂശി സന്ധ്യമയങ്ങിയ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ കിഴക്ക് വെള്ളകേറി ഉദിച്ചുയർന്നപ്പോൾ ദൈവം പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വല വരും, കയറിക്കൊള്ളാൻ പറഞ്ഞു. മുൻപേ പോകുന്ന മത്സ്യത്തോട് ചോദിച്ചു, എങ്ങടാ പോണത്? അൻ്റെ വല വരുന്നു, കയറാൻ പോവുക. കയറിയാൽ കുടഞ്ഞിടും വള്ളത്തിൽ, ഇട്ടാൽ കൂടയ്ക്കകത്ത്, പിന്നെ ലേലം ചെയ്യും. എന്നിട്ട് ഉപ്പും മുളകും തേച്ചതിനെ വറുത്ത് തിന്നും. വല്ലവൻ്റെയും വായിലേക്കാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും വല കീറാറായിട്ടും പടക് മുങ്ങാറായിട്ടും എനിക്കും കയറണം എന്ന് പറയുന്ന ആ യൂണിറ്റി ഉണ്ടല്ലോ, ഇന്ന് ഈ രാത്രിയിൽ ആദ്യത്തെ കനപ്പെട്ട വിലപ്പെട്ട ദൂത് ദൈവസഭയ്ക്ക് കൈമാറുന്നു. 35-ൽ പരം ദൈവസഭകൾ ഇന്ന് രാത്രി ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. ആരും പ്രസംഗിക്കട്ടെ, ആരും പാടട്ടെ, നിർനിമേഷരായി നോക്കി നിൽക്കാതെ 86 വർഷം പഴക്കമുള്ള ഈ കൺവെൻഷന്റെ 86ാമത്തെ കൺവെൻഷനിൽ ഇതിനകത്തുണ്ടാകുന്ന വിടുതലിനേക്കാൾ 10 ഇരട്ടി സറൗണ്ടിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് രാത്രിയിൽ ദേശാധിപതിയുടെ ബന്ധനങ്ങൾ അഴിക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷ ഇതിനകത്ത് നടന്നേ പറ്റൂ എന്ന് ആത്മകണ്ണുകൊണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. പോരാ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഇവന്റെ കെട്ടഴിയുന്ന ദിവസമായി മാറണം ഇന്ന് രാത്രി എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രമേയത്തിലേക്ക് ഞാൻ വരാം. യേശു വന്നതുകൊണ്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച 4 മാറ്റങ്ങളാണ് എൻ്റെ പ്രമേയം. സ്തോത്രം. 1, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. പരസ്യമായി ആമേൻ പറഞ്ഞവർ ആരാണെന്നറിയാമോ? നമ്മളും ഒരു കാലത്ത് കരഞ്ഞവരാ. യേശു വന്നതുകൊണ്ട് ആ പാസ്റ്ററെ എൻ്റെ നിലവിളിയും മാറിയത് എന്ന് ഓർത്തപ്പം കൈ കൊടുത്തേച്ച് സ്വത്രം പറ എന്നൊന്നും പറയാൻ അവർ നോക്കി നിന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. 2, യേശു വന്നതുകൊണ്ട് അവൻ്റെ പേര് മാറി. തെറ്റിദ്ധരിക്കരുത്, മതപരമായ പേരൊന്നുമല്ല, പറഞ്ഞോളാം. 3, യേശു വന്നതുകൊണ്ട് അവൻ്റെ വീട് താമസം മാറി. 4, യേശു വന്നതുകൊണ്ട് അവൻ്റെ നഗ്നത മാറി. ഒന്നുകൂടെ പറയുന്നു, യേശു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 4 മാറ്റങ്ങൾ. 1, അവൻ്റെ നിലവിളി മാറി. 2, പേര് മാറി. 3, വീട് മാറി. 4, നഗ്നത മാറി. ഇത് 4 മാറിയപ്പോൾ അവൻ്റെ അഡ്രസ്സ് മാറി.
ഈ രാത്രിയിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പേര് നിന്റെ മേൽവിലാസം മാറ്റുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ ആവേശത്തോടെ 2 കരം ഉയർത്തി ഞാൻ പറയുന്നു, എൻ്റെ മേൽവിലാസം മാറ്റിയത് യേശുവാണ്. ആരെങ്കിലും കരമുയർത്താൻ പറ്റാതെ വിധം നമ്മൾ ശിരസ്കരായി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ അധ്യായം ആരംഭിക്കുന്നത് അവന്റെ നിലവിളി കേട്ടുകൊണ്ട് യേശു ചെല്ലുന്നതാണ്. അത് അവസാനിക്കുന്നത് അവൻ ഘോഷിച്ചു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ, ഇന്ന് രാത്രി നീ ഇരിക്കുന്ന നമ്രശിരസ്കനായിട്ടാണെങ്കിലും പോകുന്നത് യേശു വരുത്തിയ മാറ്റം അന്തരംഗത്തിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും എന്ന ഉറപ്പുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 3 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ. 9-ാമത്തെ വാക്യം, നിന്റെ പേരെന്ത്? 30-ാമത്തെ വാക്യം, എൻ്റെ വസ്ത്രം തൊട്ടതാര്? 39-ാമത്തെ വാക്യം, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? 3 പ്രശ്നങ്ങളാണ് ഈ അധ്യായത്തിൽ. 3 12കളാണ് ഈ അധ്യായത്തിൽ യോജിക്കുന്നത്. 3 മരണകരമായ സ്വഭാവങ്ങളാണ് ഈ അധ്യായത്തിൽ. രോഗം ചെറുപ്പത്തിൽ വരാം, ഭൂതബാധിതർ 10-12 വയസ്സിന് ശേഷം വരാം, മരണം പ്രായാധിക്യത്തിൽ വരാം. ഇന്ന് രാത്രി ആവേശത്തോടെ പറയുന്നു, ഏത് പ്രായത്തിൽ ഉള്ളവർക്കും ഈ അധ്യായത്തിൽ, ഏത് പ്രശ്നത്തിൽ ഉള്ളവർക്കും ഈ അധ്യായത്തിൽ, ഏത് ചോദ്യങ്ങൾ ഉള്ളവർക്കും ഈ അധ്യായത്തിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ: യേശു, യേശു, യേശു. വേറെ ഒരു മറുപടി അധ്യായത്തിലില്ല. യേശു വന്നപ്പോൾ അവന് സംഭവിച്ച ആ 4 മാറ്റങ്ങൾ വിശദീകരിക്കേണ്ടതിന് 1-ാമത്തെ ഭാഗത്തേക്ക് വരാം. എന്താണ് 1-ാമത്തെ കാര്യം? യേശു വന്നപ്പോൾ അവൻ്റെ നിലവിളി മാറി. എന്താ ഈ നിലവിളി? ഒരാൾ കരഞ്ഞാൽ കണ്ണുനീരിന് ഭാഷയുണ്ട്, സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കാം. ഭാഷ മനസ്സിലായില്ലെങ്കിലും കരഞ്ഞാൽ സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കാം, അതുറപ്പായ കാര്യമാണ്. ഈ മനുഷ്യൻ്റെ കരച്ചിൽ യേശു കേട്ടത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അക്കരെ നിന്നാണ് കരച്ചിൽ, ഇക്കരെയാണ് യേശു നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ കുറിപ്പിലേക്ക് പോകുന്നു. ഇക്കരെ എന്തുണ്ട്, അക്കരെ എന്തുണ്ട്? ഇക്കരെ ഉള്ളത് പറയാം. ഇക്കരെ ഉള്ളത്, യേശു ഇരിക്കുന്ന സ്ഥലത്തുള്ളത് 4 കാര്യങ്ങൾ. 1, ഈ അപ്പമൊക്കെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000-ങ്ങൾക്ക് നൽകി ശേഷിച്ചത് ഇക്കരയുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധി ഇക്കരയുണ്ട്, സമ്പത്ത് ഇക്കരയുണ്ട്. ഈ സമയത്തൊക്കെ ആരെങ്കിലും വിളിച്ചാൽ അക്കരയ്ക്ക് പോവും. നല്ല ആരോഗ്യവും സൗന്ദര്യവും നല്ല കഴിവും ശേഷിയും ശേമുഷയും, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയാണ് ശേമുഷയും എല്ലാം കൂടെ ഉള്ളപ്പം സ്വർഗത്തിലേക്ക് പോകാം, രക്ഷിക്കപ്പെടാമെന്നൊക്കെ പറഞ്ഞ് ആരേലും വരൂ? ആര് വരാൻ? യേശു അവരെ വിളിക്കുന്നത് സന്ധ്യയ്ക്കാണ്, അക്കരയ്ക്ക് പോകാം. പിന്നെ കൂടെ പോയവൻ്റെ ധൈര്യം എന്നാണെന്നറിയാമോ? വിളിച്ചത് ഇരുട്ടത്താണെങ്കിലും വിളിച്ചവൻ ഇരുട്ടല്ല. അവന് ഇരുട്ടിനെ വെളിച്ചമാക്കാൻ കഴിയുന്നവനായ ദൈവമാണ്. അപ്പോൾ തിന്നതിൻ്റെ ശേഷിപ്പ് ഇവിടെയുണ്ട്, ഇക്കരെ. 2, ഈ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ഈ സമയത്താണ് ഇക്കരെ വരുന്നത്. അത് ഇവിടെ അല്ല, ലൂക്കോസിലുണ്ട്. അപ്പോൾ രക്തബന്ധങ്ങൾ ഇക്കരയുണ്ട്, രക്തബന്ധങ്ങൾ ഇക്കരയുണ്ട്. 3, യേശു അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന പള്ളി പ്രമാണിയായ യായിറോസ് ആണ്. പള്ളിയിലെ വെറും വിശ്വാസമില്ല, പ്രമാണി എന്ന് പറഞ്ഞാൽ VIP-കൾ, തറവാട്ടുകാർ ഇക്കരയുണ്ട്. ഈ തറവാട്ടുകാരൊക്കെ ഇപ്പറേ ഉള്ളപ്പം അക്കരയ്ക്ക് വിളിച്ചാലും വരൂ. കൊച്ചപ്പൻ, വല്യപ്പൻ, അയ്യോ കുടുംബക്കല്ലറ, ഇതൊക്കെ ഇട്ട് ആരെങ്കിലും വരൂ? അങ്ങനെ വരുന്നവരാ ശരിയായിട്ട് വരുന്നവർന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. 4, ഇക്കരെ ഒരു ഫെലോഷിപ്പുണ്ട്, കൂട്ടായ്മ. എന്ത് കൂട്ടായ്മ?
ഈ പകല് യേശു പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പലർക്കും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉപമകൾ പറയാൻ തുടങ്ങിയത്. ശിഷ്യന്മാർക്കും ചില കാര്യങ്ങളൊന്നും മനസ്സിലായില്ല, നമുക്കും ചില കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കും ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലായവരെ പോലെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഒരു മനുഷ്യന് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പോൾ അവർ സ്റ്റഡിയായി. ചിലത് പാറ സ്ഥലത്ത് വീണു. അപ്പോൾ അവർ പറഞ്ഞു സ്തോത്രം. ചിലത് മുള്ളിനിടയിൽ വീണു, ഗ്ലോറി. ചിലത് വഴിയരികെ വീണു, ഗ്ലോറിക്ക് മഹത്വം. ഒന്നും മനസ്സിലായിച്ചൊന്നുമല്ല ഈ പറയുന്നത്. എന്താ തെളിവ്? അവൻ തനിയെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, പകൽ പറഞ്ഞ ആ വിത്തിൻ്റെ ഉപമ ഞങ്ങൾക്കൊന്ന് തെളിയിച്ച് തരണം. അപ്പം നിങ്ങൾ എന്തിനാ സ്തോത്രം പറഞ്ഞ്? അത് ഈ ഉണ്ടമാൻ ആൾക്കാർ നിൽക്കല്ലേ, 3000 5000. അപ്പം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ, പക്ഷെ നിന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവരറിഞ്ഞാൽ. ഇപ്പം അറിഞ്ഞൊന്നുമല്ല എല്ലാവരും സ്തോത്രം പറയുന്നത്. ആ ഉപമ അവർക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് നമുക്ക് മനസ്സിലായില്ലെന്ന് വേണമെങ്കിൽ ഞാൻ തെളിയിക്കാം. പക്ഷെ ആരെയും പരിഹസിക്കാനൊന്നുമല്ല, ഒരു ഉദാഹരണം പറയുന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, ചില വിത്ത് എവിടെ വീണു? വഴിയരികിൽ. മറ്റു ചിലത് പാറസ്ഥലത്ത്, മറ്റു ചിലത് മുള്ളിടയിൽ, മറ്റു ചിലത് നല്ല നിലത്ത്. ഇപ്പം എത്ര തരം വിത്തായി? 4 തരം. കേട്ടില്ലേ? അതാ പറഞ്ഞ അവർക്ക് മനസ്സിലായില്ല. ഈ 4 തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന്. മക്കളെ, വിത്ത് ഒരു തരേ ഉള്ളൂ, വീണതാണ് 4 സ്ഥലത്ത്. മനസ്സിലായി? ഇപ്പം നമ്മളെന്തോ പറഞ്ഞ് വിത്ത് എത്ര തരം എന്ന് ചോദിച്ചപ്പം 4 തരം. എന്നാ കാര്യം? ഞാൻ പറയുന്ന വാക്കാണോ ഈ വിരലിലേക്കാണോ നിങ്ങൾ നോക്കുന്നതെന്നാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇങ്ങടാ നോക്കിയത്. അത് തന്നെ അന്നും പറ്റിയത്. മനസ്സിലായി? ഇപ്പം മനസ്സിലായോ? അവർക്ക് നമുക്കൊന്നും ചില കാര്യം മനസ്സിലായിട്ടില്ല എന്ന്. അപ്പം ആ അഹങ്കാരമൊക്കെ കളഞ്ഞിട്ട് സ്വത്രം പറഞ്ഞിരിക്കും. അപ്പം ഇവിടെ ഒരു ഫെല്ലോഷിപ്പ് ഉണ്ട്. വൈകുന്നേരം ആകുമ്പം മറക്കണ്ട, ഇക്കരയുള്ളത് സമ്പൽ സമൃദ്ധി, കുടുംബക്കാർ, തറവാട്ടുകാർ, ഫെലോഷിപ്പ്. അക്കരെ 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 സമ്പൽ സമൃദ്ധി വല്ലതും ഉണ്ടോ ഈ ഭ്രാന്തൻ്റെ അടുത്ത്? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചെങ്കിലും വയറു നിറയ്ക്കാൻ കാണുന്ന കുപ്പത്തൊട്ടി മുഴുവൻ കൈയിട്ട് വാരിയിട്ടും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഒരിക്കൽ പോലും ഭക്ഷണം കഴിച്ചൊന്ന് ഏമ്പക്കം വിടാൻ കഴിയാതെ ഒട്ടിയ വയറുമായി നടക്കുന്ന നാട്ടുകാർക്കാർക്കും പൂരിപ്പിക്കുവാൻ കഴിയാത്തൊരു സമസ്യ. അതാണ് അക്കരെ. 2, കുടുംബക്കാർ ഇക്കരെ. ഇവന് കുടുംബക്കാരുണ്ടോ? ഉണ്ടാവും. ഭാര്യ കാണുമായിരിക്കും, അപ്പൻ കാണുമായിരിക്കും, അമ്മ കാണുമായിരിക്കും. മാവേലിക്കര സിറ്റിയിൽ കൂടെ തുപ്പലും ഒലിപ്പിച്ച് ചാക്കം കാലിൽ കെട്ടി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇത് എൻ്റെ അപ്പൻ്റെ അനിയനാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? നമുക്ക് പറ്റുമോ? സാധിക്കില്ല. അപ്പം അയാൾക്ക് സ്വന്തക്കാരുണ്ടെങ്കിലും ഒരാളും ഇയാളെ നോക്കി എൻ്റെ ആളാണെന്ന് പറയില്ല. എത്രയോ ഭ്രാന്താശുപത്രിയിൽ, എത്രയോ കുഷ്ഠരോഗാശുപത്രിയിൽ രോഗം മാറിയിട്ടും ഇതുവരെ ബന്ധുക്കൾ കൊണ്ടുപോകാത്ത ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് അവരുടെ സ്വത്ത് മതി, ആളെ വേണ്ട. ഇന്ന് രാത്രിയിൽ യേശു നിന്റെ അടുക്കൽ വരുന്നത് നിന്റെ സ്വത്തിന് വേണ്ടിയല്ല വരുന്നത്. നിന്റെ കീറിപ്പറഞ്ഞ ശരീരം കണ്ടുകൊണ്ടല്ല വരുന്നത്. നിന്റെ കീറിപ്പറഞ്ഞ ശരീരത്തിനകത്ത് ഉടയാത്തൊരാത്മാവുണ്ട്. അതിന്റെ ഉടമസ്ഥനാണ് ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് വരുന്നത്. അവന് വേണ്ടത് നിന്റെ കനപ്പെട്ട സ്വത്തല്ല, നിന്നെയാണ് അവന് വേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. VIP-കൾ ഇക്കരയുണ്ട്. VIP അക്കരെ എന്തോന്നാ? അവൻ ശവക്കോട്ടയിലാണ് താമസിക്കുന്നത്. അവിടെ ഇത് RIP, റെസ്റ്റ് ഇൻ പീസ്. ഇവിടെ VIP-കൾ, അവിടെ RIP-കൾ. ഞാൻ ഈ വേദഭാഗം ഒന്ന് വിവരിക്കാൻ നേരത്ത് പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനോട് കാര്യം ചോദിച്ചു. യേശുവേ, ഇക്കരെയുള്ള ഈ 4 കൂട്ടരുടെ ദൈവമാണോ നീ, അതോ ഇതൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ്റെ ദൈവമാണോ നീ? മറുപടി, ഇക്കരെ നിൽക്കുന്നവരുടെ എല്ലാം ദൈവമാണ് ഞാൻ. തറവാട്ടുകാരുടെയും VIP-കാരുടെയും ഇവിടുത്തെ പണമുള്ളവൻ്റെ എല്ലാം ദൈവമാണ് ഞാൻ. അക്കരയുള്ളവൻ്റെയും ദൈവമാണ് ഞാൻ. എനിക്ക് തൃപ്തി വന്നില്ല. ഞാൻ ചോദിച്ചു, എനിക്കതുപോലെ പ്രയോറിറ്റി, മുൻഗണന ഏതാ? അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം യേശു പറഞ്ഞു, മുൻഗണന
ഇല്ലാത്തവന്റെ കാര്യത്തില. ഈ 4 കൂട്ടർ ഇവിടെ നിൽക്കുമ്പോഴും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കുള്ളിൽ കൂടെ എന്നെ ആര് വിടുവിക്കുമെന്ന് നിലവിളിക്കുന്ന ഭ്രാന്തന്റെ ശബ്ദം വേറെ ഒരുത്തന്റെ കർണപുടത്തിലെത്തിയില്ലെങ്കിലും യേശുവിന്റെ അകപ്പളത്തിലെത്തിയപ്പോൾ യേശു പറഞ്ഞു, ഇതിവിടെ നിൽക്കട്ടെ, നമുക്കിപ്പൊ തന്നെ അക്കരയ്ക്ക് പോകാം. ഇന്ന് രാത്രിയിൽ 100 കണക്കിന് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും തകർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ അകപ്പളത്തിൽ ഒരു നിലവിളി ഉണ്ടെങ്കിൽ ആ നിലവിളിക്ക് മറുപടി തരാതെ ഇന്ന് രാത്രി ഈ യോഗം അവസാനിപ്പിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആ നിലവിളിയുടെ ആഴം ഒന്ന് മനസ്സിലാക്കണം. ആഴം, നിലവിളിക്കൊരു ആഴമുണ്ടല്ലോ. എല്ലാവരും നിലവിളിക്കുന്ന പോലെയാണോ? നിലവിളിക്ക് ആഴം കണ്ടെത്തുന്നവന് മാത്രമേ കരയണ്ട എന്ന് പറയാൻ കഴിയുള്ളൂ. ആ ആഴം ഞാനെന്ന് പറയാം, ശ്രദ്ധിച്ചു. ഒരു കണക്ക, എത്ര ഭൂതമുണ്ട് അവൻ്റെ അകത്ത്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ അകത്ത് എത്രയുണ്ട് എന്ന് ഞാൻ ചോദിച്ചതുപോലെ ആ പുള്ളിയുടെ കാര്യമാണ്. 6000. ശ്രദ്ധിച്ചു. എത്രായിരം പന്നിയിലേക്കാണ് പോയത്? 2000. ഒരു പന്നിയിൽ എത്ര ഭൂതമായി? അതോടെ പറ. 3. കണക്കെളുപ്പാണല്ലോ. 3 2 6. ഇനിയാണ് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ഭാഗം. കറക്ഷൻ ഉണ്ടെങ്കിൽ സജി സാറ് പറയും. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പല അവയവങ്ങളും പക്ഷി മൃഗാദികളുടെ അവയവങ്ങളുമായി എവിടെയൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അസ്ഥി തിമിംഗലത്തിൻ്റെ അസ്ഥിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വായിച്ചത്. മനുഷ്യൻ്റെ പാൽ കഴുതയുടെ പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കഴുതയൊന്നുമില്ല, എന്നാലും ദേഷ്യം വരും പിള്ളേരെ അമ്മമാർ വിളിക്കുന്ന കഴുതേനാണ്. അല്ലാണ്ട് പോടാ സിംഹമേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, കഴുതേന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. മനുഷ്യൻ്റെ മാംസം എവിടെയെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ പന്നിയുടെ മാംസത്തോടാ ബന്ധമെന്നാണ് ചിന്തിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കറക്ഷൻ സാറ്. നമ്മുടെ ഈ വാൽവൊക്കെ മാറ്റി വെക്കുമ്പം ഇതിൻ്റെ വാൽവല്ലയോ മാറ്റി വെക്കും. അപ്പം ഇതിൽ നിന്നൊരാശയം ഞാൻ പറയാൻ പോവുക. മനുഷ്യന് സഹിക്കാനും വഹിക്കാനും കഴിയുന്നത് പോലെ, ചിലപ്പോൾ അത് ശരിയല്ലായിരിക്കാം, ശരിയായിരിക്കാം, അങ്ങനെ സഹിക്കാനും കഴിയുന്ന ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ ഇതിനോട് താതാത്മ്യപ്പെടുത്താം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എൻ്റെ ചിന്തയിലേക്ക് വരാം. 3 ഭൂതം ഒരു പന്നിയിൽ ചെന്ന് കയറിയപ്പം ഈ പന്നി എത്ര സമയം പിടിച്ചു നിന്നു? 3/4 മിനിറ്റ് പോലും നിന്നില്ല. ആദ്യം തന്നെ എൻ്റെ സുബോധം പോയി, റിലേ പോയി. അത് പിന്നെ ഒന്നും പറയാനില്ല. കാരണം ഒരു ഭൂതവുമില്ലാത്ത ഒരു പന്നിക്കും ഇവിടെ ഒരു നേരം ഒരു സുബോധവുമില്ല. അപ്പം പിന്നെ 3 ഭൂതം ചെന്ന് കയറിയ പറയണോ? അത് നമുക്ക് വിടാം. സുബോധം പോട്ടെ. സുബോധം പോയവരെല്ലാം അവിടെ ചെന്നാ വീഴുന്നത്. മുടിയുമ്പോൾ തന്നെ അവിടെ ആയിരുന്നു. വന്നാൽ തൊഴുത്തിലല്ല, പന്നിയുടെ തൊഴുത്തില ഇന്ന് വിട്ടത്. സുബോധം പോയവരെല്ലാം അവിടെ ചെന്നാ വീഴുന്നത്. രണ്ടാമത്തെ കാര്യം ഓർക്കണം. ഈ സുബോധം പോയത് പോട്ടെ, ഇവർ ആത്മഹത്യ ചെയ്തു. കടും ദുഃഖത്തോടെ കടലിൽ ചാടി ചത്തു. ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇന്ന് രാത്രി ദൈവമക്കൾ, 3 ഭൂതം ഒരു പന്നിയിൽ ചെന്ന് കയറിയപ്പം 1 മിനിറ്റ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇതെല്ലാം കടും ദുഃഖത്തോടെ പോയി കടലിൽ ചാടി ചത്തു. എൻ്റെ ചോദ്യം, വേദചിന്തകന്മാർ പറയുന്ന വർഷങ്ങളുടെ കണക്ക് ശരിയാണെങ്കിൽ ഇവൻ്റെ അകത്ത് 6000 കയറിയിട്ട് 12 കൊല്ലമായി കാണും. എന്തുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്തില്ല? ഉത്തരം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ ഇന്ന് രാത്രി ഞാൻ മടങ്ങിപ്പോകും. ഇന്നലെ അർത്തങ്കൽ മടങ്ങിപ്പോയി, നാളെ ചാലക്കുടി മടങ്ങി, നാളെ താമരശ്ശേരി മടങ്ങിപ്പോകും. ഓടിക്കുന്ന യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ കിലോമീറ്ററിൻ്റെ ദൂരം നോക്കിയാൽ
ഇതിനോടകം 10 പ്രാവശ്യം പാണ്ടിലോറിക്കടിയിൽ പടക്കം പൊട്ടേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളൊക്കെ അനുഭവിച്ച ദുരന്തങ്ങളും പ്രശ്നങ്ങളുടെ ആഴവും ഓർത്താൽ ഒരു കുപ്പി ഫ്യൂറഡാനിൽ, ഒരു മുഴം കയറിൽ, ഒരു സാരിത്തുമ്പിൽ പലവട്ടം തീർക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ നീ ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ പോലും നിന്നെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ, നിന്നെ ഒരു വിഷവാദങ്ങൾക്ക് മേൽപ്പിച്ചു കൊടുക്കാതെ, നീ പോലും അറിയാതെ തടുത്തു മാറ്റി, വകഞ്ഞു മാറ്റി, നിന്നെ 2024 മാവേലിക്കരയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 86ാമത്തെ കൺവെൻഷനിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന കാര്യം അറിയാമോ? നിന്നെ തടുത്തു മാറ്റിയവൻ നിന്നെ കാണാനും കണ്ടുമുട്ടാനും നിന്റെ പ്രശ്നം പരിഹരിക്കാനും അവൻ വരാനും ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. ആ കണ്ടുമുട്ടലിന്റെ ദിവസമാണ് ഇന്ന് രാത്രി എന്ന് വിശ്വസിക്കുന്നവർക്കായി എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എന്തും പരിശോധിക്കുന്ന ലാബുകൾ ലോകത്തിലുണ്ടെങ്കിലും കണ്ണുനീര് പരിശോധിക്കുന്ന ലാബ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. തിരമാലകളുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദത്തിന് തുല്യമാണെന്ന് വചനത്തിലുണ്ട്. പക്ഷേ ആ തിരമാലകളുടെ ശബ്ദമല്ല അവൻ കേട്ടത്. ഉറക്കം തൂങ്ങി തുടങ്ങിയ യേശുവിന്റെ കർണപടത്തിൽ കേട്ടത് തിരമാലകൾക്കിടയിൽ അവന്റെ കരച്ചിലാണെങ്കിൽ 101 ആന ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് ചിഹ്നം വിളിച്ചാലും, 501 തായമ്പക ഒരുമിച്ച് കൊട്ടിയാലും, എത്ര പൂരത്തിന്റെ വെടിക്കെട്ടുയർന്നാലും, ഉത്സവപ്പറമ്പിൽ കാണാതെ പോകുന്ന നിന്റെ കുഞ്ഞിന്റെ സ്വരം നീ തിരിച്ചറിയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഈ ആരവാരങ്ങൾക്ക് നടുവിൽ രക്ഷയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ചങ്കുപൊട്ടി ഒരാൾക്ക് വിളിക്കാമെങ്കിൽ ഈ തിരക്കിനിടയിലും നിന്റെ വിളി കേൾക്കാനും നിന്നെ വിടുവിക്കാനും കഴിയുന്ന ഒരു കർത്താവ് ഗദർദേശത്തല്ല, ഈ കൺവെൻഷൻ പന്തൽ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർപ്പ് ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു വന്നാൽ നിലവിളി മാറും പ്രിയപ്പെട്ടവരെ. അപ്പൊ പിന്നെ എന്തിനാ ഈ ബിജു ബ്രദർ നിലവിളിച്ചേ? പോയോ? ആ പിന്നെ എന്തിനാ പുള്ളി നിലവിളിച്ച്? ഏതാണ്ട് പറഞ്ഞപ്പം കരഞ്ഞെന്തിനാ? അപരക്ഷിക്കപ്പെട്ടാലും കരയോ? കരയും. യേശുവിനെ കണ്ടുമുട്ടിയാലും കരയോ? കരയും. പിന്നെന്തിനാ യേശുവിനെ കണ്ടുമുട്ടുന്നേ? ഉത്തരവോടെ പറയാം. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടെയും കരയുമായിരുന്നു. ആരുടെ മുമ്പിലും കരയും. അത് എവിടെ രക്ഷയെന്ന് അറിയില്ലല്ലോ. യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരുത്തന്റെ മുമ്പിലും കരയില്ല. കണ്ണുനീർ തുടയ്ക്കാൻ കരുത്തുള്ളവൻ യേശു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ബിജു ബ്രദർ പോലും ദൈവമക്കളുടെ മുമ്പിൽ ദൈവസന്നിധിയിലാ കരഞ്ഞ വേറെങ്ങും കരയത്തില്ലെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു. യേശുവിനെ കണ്ടെത്തിയവൻ ദൈവത്തിന് മുൻപാകെ മാത്രമേ കരയൂ. വേറെ ഒരു സ്ഥലത്ത് ഞാൻ കരഞ്ഞ് കാണിക്കേണ്ട ഗതികേടുള്ളവരല്ല ഞങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. യേശു വന്നതുകൊണ്ട് നമ്മുടെ കണ്ണുനീർ മാറ്റിയവർ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശു വന്നാൽ കുഞ്ഞേ നിന്റെ നിലവിളി മാറും. യേശു കരച്ചിൽ മാറ്റുന്നവനായ ദൈവം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. യേശു വരുന്നതുകൊണ്ട് നമ്മുടെ പേര് മാറും. തെറ്റിദ്ധരിക്കരുത്. ഇവിടെ മറ്റ് മതങ്ങളിൽപ്പെട്ട പേരൊന്നും നമ്മുടെ പേരാക്കുമെന്നല്ല ഈ പറഞ്ഞത്. ഇവൻ്റെ പേരെന്തുവാ നമുക്കറിയാമല്ല. ഇവൻ കല്ല് വെച്ചതാണോ ഞാൻ പറഞ്ഞത്. നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു? അതാണോ അവൻ്റെ പേര്? അല്ലെന്ന്. ഇവ ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണല്ലോ. ഈ പേരില്ലാത്ത കുറേ ആളുകൾ ബൈബിളിലുണ്ട്. ശമരിയ സ്ത്രീ പേരില്ല.
പേരുള്ളവർ ബൈബിളിലുണ്ട്. പക്ഷെ പ്രത്യേകത അറിയാമോ? ഈ പേരും പ്രശസ്തിയുള്ള പ്രമാണിയും നിക്കോദെമോസും ഒന്നും അവിടെ പേരില്ലാത്തവരാ. പക്ഷേ ഈ പേരില്ല എന്ന് പറഞ്ഞ പാർട്ടികളൊക്കെ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയച്ചാണ് പിന്നെ വീട്ടിൽ പോയത്. അതവിടെ നിൽക്കട്ടെ. നമുക്കെങ്ങനെയാണ് പേരിടുന്നത് എന്നും കൂടെ ചിന്തിക്കാം. 3 തരത്തിലാണ് നമുക്ക് പേര് വന്ന് വീഴുന്നത് കേട്ടോ. 1, മാതാപിതാക്കന്മാർ ഇടുന്ന പേര്, അതാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേര്, ഈ മാതാപിതാക്കന്മാർ ഇടുന്ന പേരെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര നീളമുള്ള പേരാണ്, ഭയങ്കര നീട്ടമാണ്. അത് പിന്നെ പറയാൻ ആളുകൾക്ക് മടിയായതുകൊണ്ട് പിന്നെ 5 അക്ഷരം 4 അക്ഷരം. ഈ 4 അക്ഷര സമയത്താണ് ഈ ചാക്കപ്പൻ, മറിയാമ്മ, ഏലിയാമ്മ ഒക്കെ വന്നത്. പിന്നെ 3 അക്ഷരം ലോപിച്ചു, അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ. 2 അക്ഷരം ജോയി, ലില്ലി, ബീന, ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരാ. പിന്നെ 1 അക്ഷരം സാം, ഷ്യാം. ഇപ്പം പിന്നെ അക്ഷരങ്ങളൊന്നുമില്ല, അക്ഷരങ്ങളൊന്നുമില്ല, തോന്നിയതൊക്കെയാണ് വിളിക്കുന്നത്. ഭാര്യയും ഭർത്താവും വിളിക്കുന്നത് തന്നെ എന്തുവാ? ഒന്നാമത് ഒരുമിച്ച് കൂടെ നടന്ന പഠിച്ച പിള്ളേരെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവനെ കല്യാണത്തിന് മുമ്പ് വിളിച്ചിരുന്ന മരമാക്രിയ, പൊട്ട, അങ്ങനെയൊക്കെ വിളിക്കും. അത് തന്നെ ഇപ്പോഴും വിളിക്കുന്നത്. പണ്ടൊക്കെ എന്താ വിളിക്കുന്നത്? അച്ചാച്ച, പിള്ളേരുടെ അപ്പച്ച. എന്തോ റെസ്പെക്റ്റാന്നറിയാം. സ്വത്രം. ഇന്നാളെ ഞാനൊരു കൊച്ചിൻ്റെ എന്താ പേര് മോളെ? ആൻ മരിയ റോസ് വയലറ്റ്. ഞാൻ പറഞ്ഞു മർക്കോസ് 5 പറഞ്ഞല്ലോ ഞങ്ങൾ പലരാകുന്നു എന്ന് പറഞ്ഞു. 4 തലമുറയിലെ അമ്മച്ചിമാരുടെ പേരാ ഒരുമിച്ചിട്ടേക്കണേ. ഉണ്ട്, ഒരു പേരിട്. ഒരു ട്രെൻഡാണ് നമ്മുടെ ഇടയിൽ. എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒരു കൊച്ചുണ്ടായി പറഞ്ഞിടാ, പെങ്കൊച്ചാ പേരിട്, നീ ഇങ്ങനെ പ്രാസമൊക്കെ ഒപ്പിച്ച് പ്രസംഗിക്കുമല്ലോ. ഞാൻ പറഞ്ഞു പേരിട്. ഞങ്ങൾ 2 പേരുടെയും പേരിൻ്റെ ഒരക്ഷരം വേണം. ലില്ലി, ജോയി എന്നാണ് അവരുടെ പേര്. എനിക്ക് ആദ്യം വന്നത് ജോലി എന്ന് പേരിടാനാണ്. ഞാൻ പിന്നെ നാണം കിടത്തണ്ടല്ലോ കരുതി ലിജോ എന്നിടാൻ പറഞ്ഞു. അപ്പം രണ്ടാമത്തെ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു ഇതിനും പേരിട്. ഞാൻ പറഞ്ഞു ഞാനത് ദിക്റുശിയോ പേര് മൊത്തോടെ നിങ്ങളിട്. ചിലർക്ക് ഇങ്ങനെ ഒരു ട്രെൻഡാണ് കാലഘട്ടത്തിൻ്റെ. നമ്മൾ ഈ ബൈബിളൊക്കെ വിശ്വസിക്കുന്നവർ ബൈബിളിൻ്റെ പേരിട്. എനിക്കതേ പറയാനുള്ളൂ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരല്ലേ ബൈബിളിലെ പേര്, വേൾഡ് പേരല്ലേ മാത്യു, അബ്രഹാം. അങ്ങ് ഇടുന്ന ഒന്നും ഇടുകയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തൻ വിഷമിച്ച് കിടക്കുക കൊച്ചിന് പേര്. എന്താ കാര്യം? അവൻ എൻ്റെ പേരും അവളുടെ പേരിൻ്റെ ഒരക്ഷരം ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കില്ല പാസ്റ്റേ. ഞാൻ എന്നാ കാര്യം? എൻ്റെ പേര് പത്രോസ്, അവളുടെ പേര് ശലോമി, ഇട്ടാ പശയെന്നാവൂലേ എന്ന്. അത് ശരിയാ, ഇനി അങ്ങനെ ഇടുന്നേ. മാർട്ടിനും ക്രിസ്ത്യനെയും കല്യാണം കഴിച്ചു. ആദ്യത്തെ അക്ഷരം കൊച്ചിനിട്ട് എന്ത് പേരിടും? ജന്തുവർഗത്തിൽ പെടുത്തണ്ടേ അതിനെ? മാർട്ടിനും ക്രിസ്ത്യനെയും. നിങ്ങൾ ഈ പുസ്തകത്തിലെ പേരിടും. എന്തായാലും ഇട്ടത് അവിടെ കിടക്കട്ടെ. മാതാപിതാക്കൾ ഇടുന്ന പേരാണ് ഒന്നാമത്തെ പേര്. അതാ നമ്മുടെയൊക്കെ പേര്. ഉള്ളതിലങ്ങ് തൃപ്തിപ്പെടും ജോസച്ച. 2 അക്ഷരമേ ഉള്ളൂ, അവിടെ കിടക്കും. രണ്ടാമത്തെ പേര് കേട്ടോളാം. അവിടെ മുതലാ നമ്മുടെ വിഷയം. ഈ കാരണന്മാരിടുന്ന പേരനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ പേരിടും. കാരണന്മാരിടുന്ന പേരിന് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഒരു പേരിടും. പത്രത്തിൽ വായിക്കാറുണ്ടോ കോടാലി ശ്രീധരൻ? വായിക്കാറുണ്ടെങ്കിൽ പറ. വെട്ടുകത്തി സുരേഷ്. ഞാൻ ചോദിക്കുന്നത് ചിട്ടിമത്തായി. ഏത് പള്ളിയിൽ ഏത് അമ്പലത്തിലാണ് ഇവനീ പേരിട്ടത്? ആരും ഇട്ടതല്ല. പേര് മത്തായി എന്നാ. ചിട്ടി നടത്തുന്നതുകൊണ്ട് ചിട്ടിമത്തായി. ഒരു വെട്ടുകത്തിയും പിടിച്ച് നടക്കുന്നതുകൊണ്ട് വെട്ടുക. കണ്ടോ? ഈ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് നാട്ടുകാർ പേരിടുന്നത്. അങ്ങനെ ഈ സ്വഭാവത്തിന് വ്യത്യാസം വരും നാട്ടുകാർ പേരിടുന്നത്. എൻ്റെ പൊന്നെ ഒരു കാര്യം പറയാം. നാട്ടുകാർ പേരിട്ടാൽ എൻ്റെ പൊന്നച്ചാ ചത്താലും മാറത്തില്ല. അറിയാം. എൻ്റെ അപ്പനെ നാട്ടിലൊരു ഇരട്ടപ്പേരുണ്ട്. അതായി പറഞ്ഞു വരുന്നത്. ഈ പ്രസംഗം എൻ്റെ ജീവിത പ്രസംഗമാണ്. എൻ്റെ അപ്പന് 50-ൽ പരം കേസുള്ള ആളായിരുന്നു. എൻ്റെ ഈ പ്രസംഗം യൂട്യൂബിലൂടെ പലതും പറഞ്ഞിട്ടുണ്ട്. ക്രിമിനലായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. SI വരെ തല്ലിയ കേസ് അപ്പൻ്റെ പേര് ചാർജ് ഷീറ്റ്. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? എവിടെ അടിപിടി ഉണ്ടെങ്കിലും ചാടി വീഴും മിന്നൽ പോലെ. അപ്പം നാട്ടുകാർ പേരിട്ടു മിന്നൽ ചാക്കോ.
അവളുടെ പേര് മിന്നൽ ചാക്കപ്പൻ. ഈ ഇരട്ടപ്പേരുള്ളവരെ അവരുടെ മുഖത്തൊക്കെ വിളിക്കുന്നത് ഇഷ്ടമല്ല, ആരും വിളിക്കാറുമില്ല. വിളിച്ചാൽ വിവരറിയും. എൻ്റെ അപ്പനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ മിന്നൽ ചാക്കപ്പൻ്റെ വീട് എന്ന്. അവന് ഇടിയും മിന്നലും നാദവും അകമ്പടിയായിട്ടുണ്ടായി. അവൻ പോയ വഴി കണ്ടിട്ടില്ല. പിന്നെ നാളെ അപ്പം മരിച്ചിട്ട് 10-30 കൊല്ലമായി. എൻ്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ്. ഞാൻ എൻ്റെ നാട്ടിൽ പ്രസംഗം ചെല്ലുക. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ കണ്ടുപോകാൻ ആൾ വരും. അപ്പോൾ പ്രസവമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് തന്നെ പാസ്റ്റേ സുഖമായിരിക്കുന്നു, അസുഖമായിരിക്കുന്നു, വർത്താനൊക്കെ ചോദിച്ചു കഴിയുമ്പം അയാളുടെ മോൻ ചോദിക്കുക, ഈ പാസ്റ്റർ ഏതാ? അപ്പം അയാൾ നമ്മുടെ ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നില്ലേ, ആ വീട്ടിലെ ചേട്ടനാ. ഏത് ചേട്ടൻ? അതാ ആ ഒരു ചാക്കപ്പൻ ചേട്ടൻ മരിച്ചു പോയി. ആ ചേട്ടൻ ഏത് ചാക്കപ്പൻ ചേട്ടൻ? അപ്പം ഇയാൾ കിടന്ന് പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ ഉരുകുക. ഇയാൾക്ക് പറയണമെന്നുണ്ട് എൻ്റെ അപ്പൻ്റെ ഇരട്ടപ്പേര്, പക്ഷെ ഞാൻ നിൽക്കണ കാരണം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പറഞ്ഞുകൂട് മിന്നൽ ചാക്കപ്പൻ്റെ മകനാന്ന് പറഞ്ഞുകൂട്. അല്ല ഞാനെങ്ങനെ, ആ ചേട്ടൻ്റെ ചേട്ടനാണോ ഈ ചേട്ടൻ? ഞാൻ പറഞ്ഞു അതെ, എൻ്റെ അപ്പൻ മരിച്ചിട്ട് 20-30 കൊല്ലമായിന്ന്. പാസ്സായിട്ടാണ് മരിച്ചത്. ഇപ്പോഴും നാട്ടുകാരെങ്ങനെ അറിയുന്നേ? വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? ഒരാഞ്ഞിലി മരം നിൽക്കുന്ന കുടി, ആ പറമ്പിൻ്റെ നാട്ടുകാരുടെ പേരാ ആഞ്ഞിലിക്കുടി. മകൾക്ക് പ്രായമായി, കല്യാണത്തിനാ തടി വിറ്റു, കുറ്റി നിൽക്കുന്ന കണ്ടപ്പം കുറ്റി ആഞ്ഞിലിക്കുടി. ഒരു JCB പോയപ്പോൾ അത് കുഴിച്ചു, ഒരു കുഴി രൂപപ്പെട്ടു, കുഴി ആഞ്ഞിലിക്കുടി. ഒരു ബംഗാളിയെ വിളിച്ചത് കുഴി മൂടി, കുഴിമൂടി ആഞ്ഞിലിക്കുടി. ചത്താലും പോവില്ല മക്കളെ, ചത്താലും പോവില്ല മക്കളെ. ഇരട്ടപ്പേര് വീണ ചത്താലും പോവില്ല മക്കളെ. പക്ഷേ ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയം പിടയ്ക്കുന്നു, എൻ്റെ ചുണ്ടു വിതമ്പുന്നു, കണ്ണ് നിറയുന്നു. കാരണം ആ കുടുംബത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്ന്, പഴയ പേരിൽ നിന്ന് മാറാൻ, പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നീ വാ ധീശ്രീ, അതങ്ങനെ പേരൊന്നുമില്ല, നിതാന്ത വന്യ ദീപം, അതൊന്നും പേരില്ല. പാസ്റ്റർ, ഇവാൻ, ഉപദേശി, അതൊക്കെ പേരുള്ളെങ്കിലും പറയാം. മൂന്നാമതൊരു സ്ഥലമുണ്ട് കുഞ്ഞെ, നിന്റെ ജന്മപ്പേര് മാറാൻ, നാട്ടുകാർ നിനക്കിട്ട ദൂഷിച്ച പേര് മാറാൻ. ഭാര്യയും ഭർത്താവും മക്കളും തലമുറകളും നിന്നെ നോക്കി നീ നന്നാകത്തില്ലെന്ന് പറയുന്ന നിന്റെ പേര് മാറ്റാനൊരു സ്ഥലമുണ്ടെന്ന്. ആ സ്ഥലം പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി കുരിശന്റെ ചുവട്ടിൽ വാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രണ്ട് കരവും ചേർത്തടിച്ചു പറ, ദൈവമക്കൾ ആകുവാൻ അവൻ അവകാശം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കരം ഉയരുന്നത്, ഞങ്ങളുടെ പേര് മാറ്റിയൊരു ദൈവം, ഞങ്ങളുടെ അകത്ത് ബ്ലഡ് തന്ന് ഞങ്ങളുടെ പേര് മാറ്റിയൊരു ദൈവം, ഞങ്ങളുടെ അഡ്രസ് മാറ്റിയ ഒരു ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നുകൂടെ പറയുക, ആർക്കും മാറ്റാൻ പറ്റില്ല കേട്ടോ. കള്ളൻ, മോഷ്ടാവ് എന്നൊക്കെ പേര് വീണാൽ ഇരിപ്പ. പക്ഷെ കർത്താവ് എങ്ങനെ നീതീകരിക്കുന്നതെന്നറിയാമോ? കടൽ തിരമാല വന്ന് തീരം ചുംബിച്ച് മടങ്ങിപ്പോയി കഴിയുമ്പോൾ ക്യാൻവാസ് വൃത്തിയായി കിടക്കുന്ന പോലെ മണലാരണ്യം കിടക്കും. കോലുകൊണ്ട് കോറിയിട്ട വൃത്തിഹീനമായ രചനകൾ മായ്ക്കാൻ നമുക്കെങ്ങനെയാ പറ്റുന്നത്? നമ്മുടെ കാൽപ്പാട് മായ്ക്കുവാൻ ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്ന് മായ്ക്കേണ്ടി വരും, എന്നാലും വൃത്തിയാവില്ല. ദൈവം അങ്ങനല്ല ചെയ്യുന്നത്. ദൈവം ഒരുവന്റെ മുൻകാല പൊറുമകൾ, അവന്റെ മുൻകാല ചെയ്തികൾ മായ്ക്കുന്നത് ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്ന കർമ്മങ്ങൾ കൊണ്ടല്ല, തിരമാലയോട് കൽപ്പിക്കും. ആ തിരമാല വീണ്ടും കടലിനെ കരയെ ചുംബിച്ച് മടങ്ങിപ്പോയി കഴിയുമ്പോൾ പഴയതിനേക്കാൾ വൃത്തിയായി കടൽ തീരം മാറും. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻകാല ചെയ്തികൾ മാറാൻ, കഴിഞ്ഞ ജീവിതത്തിന്റെ കറുത്ത കാൽപ്പാടുകൾ മാറാൻ, കേവലം കടലിലെ തിരമാലയല്ല, വേലിയേറ്റം വേരിറക്കുമെന്ന തിരമാലയല്ല, 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവടെ കുരിശിൽ നിന്ന് കവിഞ്ഞൊഴുകി വന്ന സ്നേഹത്തിന്റെ രക്തം ഇന്ന് രാത്രിയിലും നിന്റെ കഴിഞ്ഞകാല ചെയ്തികൾ മാറ്റാൻ പര്യാപ്തമാണ് കുഞ്ഞെ. മനത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി അവൻ നിനക്കൊരു പുതിയ പേരിടും. നീ ദൈവത്തിന്റെ മക്കളാകും. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവന്റെ പേര് മാറി.
മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അവൻ്റെ വീട് മാറി. 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചു. 5:10 വായിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്ക് ഉള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒന്ന് ശാന്തമായി പിടിച്ചോളൂ. ഇവൻ്റെ അസുഖമെല്ലാം മാറി. യേശു തിരിച്ചു പോവുക. അപ്പം ചെന്നിച്ച് പറഞ്ഞു, ഞാനും പോരട്ടെ നിൻ്റെ കൂടെ. അപ്പം യേശു പറയുക, എൻ്റെ കൂടെ വരണ്ട. എനിക്ക് ഈ യേശുവിൻ്റെ ചരിത്രത്തെ സ്വഭാവമൊക്കെ കാണുമ്പം എന്നോടെങ്ങാനും ഒരാൾ നിങ്ങളുടെ സഭയിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നോവ വാടകയ്ക്ക് പിടിച്ച് ചാക്കിനകത്തിട്ട് ഇവനെ കൊണ്ടുപോകും. യേശു പറയാം, എൻ്റെ കൂടെ. എന്നാ സ്വഭാവം? എൻ്റെ കൂരിക്കാ തലയ്ക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് പിന്നെ വായിച്ചപ്പോൾ മനസ്സിലായി. കർത്താവ് പറഞ്ഞ പല കാര്യം നമുക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയും വിരുന്നു വീടല്ല യേശുവിന് ഇഷ്ടം. ഏതാ? നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക, ചുമ്മാതാ. കാനാവിലെ കല്യാണം വിരുന്ന് വീടാണോ വിലാപഭവനമാണോ? വിരുന്ന്. യേശു പോയോ പോയില്ലയോ? ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. ലാസറിൻ്റെ വീട് വിരുന്നാണോ വിലാപഭവനമാണോ? വിലാപനം. പോയോ പോയില്ലയോ? ചത്തിട്ടും പോയില്ല, നാറ്റം വെച്ചിട്ടും പോയില്ല. നമ്മളെന്താ പറഞ്ഞു നടക്കുന്നത്? യേശുവിന് ഇഷ്ടം ഏതാ? വിലാപഭവനമാണ്. സത്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നതാ ഈ വിലാപഭവനത്തിൽ പോകാത്തത്? അപ്പം യേശു പറഞ്ഞു, ഞാൻ പോയാൽ പിന്നെ ശവസംസ്കാരം നടക്കുകയല്ല, അതുകൊണ്ടാണ്. യായിറോസിൻ്റെ കൊച്ചു മരിച്ചു. അവിടെ ചെന്നു, കയ്യെ പിടിച്ചു. സാറ് പറഞ്ഞു കഴിഞ്ഞു. കൊച്ചെഴുന്നേറ്റു, കഞ്ഞി കുടിച്ചു. അത് പിന്നെ എന്തെങ്കിലും ആകട്ടെ, പെട്ടിയൊന്നും മേടിച്ചില്ല എന്ന് വെക്കാം. പിറ്റേ ദിവസം ഒരു പെട്ടിക്കകത്ത് നൈൻ പട്ടണത്തിലെ വിധവയുടെ കൊച്ചിനെ കൊണ്ടുവരുന്നു. ആ വഴി പോയുള്ളൂ, വീട്ടിൽ പോയില്ല. അതിനെ മഞ്ചമേ തൊട്ടുള്ളൂ. കൊച്ചെഴുന്നേറ്റു, അത് വീട്ടിൽ പോയി. അത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി കൂടെ പഠിച്ചു നോക്ക്. ഈ അമ്മയും കൊച്ചും കൂടെ എഴുന്നേറ്റ് അത് നീങ്ങിപ്പോയി എൻ്റെ ഭാരകൾ എന്ന് പറഞ്ഞ് അവർ വീട്ടിലോട്ട് പോയി. വന്നവരും പോയി. 4 പേർക്ക് പോകാൻ പറ്റുമോ? അതാരാ? ഈ പെട്ടി ചുമക്കുന്ന 4 എണ്ണം. അവരെങ്ങോട്ട് പോവും? മത്താച്ചേട്ടൻ പറഞ്ഞു, പിന്നെ എനിക്ക് വീട്ടിൽ ചെണ്ട അത്യാവശ്യമുണ്ട്, നിങ്ങൾ 3 പേരും ഈ പെട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോകുവാണ്. മറ്റേ പിള്ളേർ എൻ്റെ പൊന്നിയേട്ടാ പോവല്ലേ, എനിക്കും പോയിട്ട് ആവശ്യമുണ്ട്. 4 പേർക്കും എന്ത് വേണ്ട? നിങ്ങൾക്കാർക്കെങ്കിലും വേണോ സൗജന്യമായിട്ടൊരു പെട്ടി? ആർക്കും വേണ്ട. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണേ ഇത്. ആർക്കും വേണ്ട. പിന്നെ അവർ കോംപ്രമൈസ്. നമുക്ക് 4 പേരും കൂടി ശവപ്പെട്ടി കച്ചവടക്കാരടുത്ത് കൊണ്ടു. അവിടെ ചെന്നപ്പോൾ പുള്ളി പറയും, എൻ്റെ പൊന്നിയേട്ട ഇവിടെ വേണ്ട, ഞാൻ അതുകൊണ്ട് അരി മേടിച്ചു, ദൈവത്തെ ഓർത്തത് ഇങ്ങോട്ട് കൊണ്ടുവരില്ലെന്ന്. ഈ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് യേശു മരണ വീട്ടിൽ പോകാതിരുന്നത്. യേശു എല്ലാ മരണ വീട്ടിലും രാഷ്ട്രീയക്കാർ 3 പോയാൽ 3.5 കൊല്ലം ശവസംസ്കാരം നടക്കുകയില്ല. മനസ്സിലായി? ഇതുപോലൊരു ഭാഗമുണ്ടെന്നേ ഇത്. ഒരാൾ വന്നിച്ചു പറഞ്ഞു, ഭൂതഗ്രസ്തൻ, ഞാൻ വീട്ടിൽ പോകുന്നില്ല, നിൻ്റെ കൂടെ വരട്ടെ. യേശു പറഞ്ഞു, എൻ്റെ കൂടെ വരാനൊക്കില്ല, വീട്ടിൽ പോകും. അടുത്തയാളെ കണ്ടോ? അയാൾ വെച്ച് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരികയാണ്. പോരെ, 5 മിനിറ്റ് സമയം. ഞാൻ വീട്ടിൽ പോയി അപ്പനെയും അമ്മയെയും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇപ്പം വരാം. അപ്പം യേശു പറയാം, വീട്ടിൽ പോകാനൊക്കില്ല, എൻ്റെ കൂടെ വരാൻ. ഇപ്പം നിങ്ങൾ കൊല്ലം പിടി കിട്ടിയോ? ഞാൻ വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞവനോട് മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയേച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. എന്താ എൻ്റെ അർത്ഥം? നമ്മൾ പറയുന്ന വാക്കല്ല യേശു നോക്കുന്നത്, ഹൃദയത്തിൻ്റെ തൂക്കമാണ് നോക്കുന്നത്. ഈ പോയേച്ചു വരാമെന്നൊക്കെ പറഞ്ഞവനെ വിട്ടാൽ പോയ വഴി പുല്ല് കുളിക്കുകയില്ല. കേട്ടോ? അടുത്ത കൺവെൻഷൻ രക്ഷിക്കപ്പെട്ടോളാം, അടുത്ത വർഷം മാനസാന്തരപ്പെട്ടോളാം, ഡിസംബർ 1-ാം തീയതി ഒന്നും നടക്കുകയില്ല. ഒന്നും നടക്കാൻ പോകുന്ന കേസല്ല. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഇനി ഇതിൻ്റെ മർമ്മം എനിക്ക് മനസ്സിലായത് പറയാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇവനോട് യേശു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? എൻ്റെ കൂടെ വരണ്ട പറഞ്ഞതിൻ്റെ കാരണം എന്താ? പല കാരണമുണ്ട്. ഒരു കാരണം ഞാൻ പറയാം, ഒരു കാരണം ഞാൻ പറയാം.
ഇവൻ പിന്നീട് എവിടാ സുവിശേഷ വേല ചെയ്ത്? ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങിയെന്ന. ഈ ദെക്കപ്പൊലി എന്ന് പറഞ്ഞാൽ എന്തുവാ? റിട്ടയേർഡ് പട്ടാളക്കാരുടെ ദേശമാണ് ദെക്കപ്പൊലി. അപ്പോൾ അവിടെ മൊത്തം പോലീസുകാരും റിട്ടയേർഡ് പട്ടാളക്കാരും ഒക്കെയാണ്, എല്ലാം ഗൗരവത്തിലുള്ള ആൾക്കാരാണ്. നമ്മളെ പറ്റി അവിടെ അപ്പോയിൻമെൻ്റ് ഇവിടെ നമ്മൾ വിടുവോ? പോവോ? ഞങ്ങളൊക്കെ പറയുന്നു എവിടെയൊക്കെ സുവിശേഷ വേല, ഈ പ്രദേശം പോലും സ്ഥലമില്ലെന്നാണ് ഞങ്ങളെല്ലാവരും പറയും. എല്ലാ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പറയാം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റിയ ദേശമെന്നാണ് പറയുന്നത്. ദെക്കപ്പൊലിയിൽ ഞാനെങ്ങാനും ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷ യോഗം നടത്തിയാൽ ഒരു റിട്ടയർഡ് പോലീസുകാരൻ വന്ന് ചോദിക്കും, ആരാടാ? ജോയി പാറക്കൽ. ഏതാ സഭ? എവിടെ നിന്ന് വേണ്ട പൊക്കോ. അപ്പോൾ ഒരു പട്ടാളക്കാരനോട് വന്നു മീശയും പിരിച്ചു. ഞാൻ തടിയപ്പോൾ അവരെ കണ്ടാൽ നമുക്കൊരു പേടിയുണ്ടല്ലോ. ഓർത്തോളണം, അവിടെ ആരേ പറ്റൂ? അവിടെ സുവിശേഷ വേല ചെയ്യാൻ ആരേ പറ്റൂ? ഈ ഭ്രാന്തനെ പറ്റൂ. ഇവൻ അവിടെ നിന്നുകൊണ്ട് യേശു രക്ഷിക്കുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ പറയുക, അവനിട്ട് ചെന്നത് കൊടുത്തേച്ച് വരാം. പട്ടാളക്കാരൻ പറയും പോകണ്ട, അവൻ ഭ്രാന്തനായിരുന്നു. മാറിയോ ഇല്ലയോ ഒന്ന് വെറുതെ 8ൻ്റെ പണി മേടിക്കേണ്ട നാണക്കേടാവും. ഉണ്ട്. ഈ ഭ്രാന്തൊക്കെ മാറിയോന്ന് നമ്മുടെ ഇടയിൽ പോലും വിശ്വാസം ഇല്ലല്ലോ. നമ്മുടെ മെങ്കൊച്ചോ ചെക്കനെ കാണാൻ ചെന്നു. നല്ല ചെക്കൻ, എൻജിനീയർ, വേണ്ട സ്വത്ത്, ശ്രീധരൊന്നും വേണ്ട. നമ്മൾ ബ്രോക്കറോട് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഉറപ്പിക്കുകയല്ലേ. അയാൾ പറഞ്ഞു ഉറപ്പിക്കാം, പക്ഷെ ഒരു കാര്യം. എന്താ കാര്യം? ഒരു 6 കൊല്ലം മുമ്പ് അവന് ചെറിയ മാനസിക രോഗം ഉണ്ടായിരുന്നു. ഒരു 3 മാസം ഊളംപാറയിൽ കിടന്ന. പിന്നെ വീട്ടിൽ ചങ്ങലയിട്ട് പൂട്ടി. പക്ഷെ ഒരു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, കെട്ടടിച്ചു. ഇപ്പം 5 കൊല്ലമായി ഒരസുഖവുമില്ല. കല്യാണം വേണോ വേണ്ടയോ? നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട്. നമ്മുടെ ഇടയിൽ പോലും ഇതൊക്കെ മാറുമെന്ന് വിശ്വാസമില്ലല്ലോ പലർക്കും. ഇവൻ അങ്ങോട്ട് നിന്നിട്ട് ഏത് പട്ടാളക്കാരും ആരുണ്ടടാ യേശുവിനെ സ്വീകരിക്കാൻ? ഞാൻ ഭ്രാന്തനായത് എന്റെ കെട്ടുപൊട്ടി യേശു വന്ന് പറയാനുള്ള തന്റെ ഇടം അവനെ ഉള്ളെന്ന്. നമ്മളെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ ആ വേലയ്ക്കാക്കിയിരിക്കുന്ന ഉത്തമ സ്ഥലത്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എവിടെയും വേല ചെയ്യാമെന്ന്. നമ്മൾ ഈ പറഞ്ഞ കാര്യം വല്ല സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ വേല ചെയ്യുന്നത്? അല്ലെന്ന്. ഞാൻ സാധാരണ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ലോകത്തിലെല്ലാവർക്കും ഇവരെ വേലയ്ക്കാക്കിയതാരാ? കർത്താവാ. അതാ 7-ാം അധ്യായത്തിൽ സോറിന്റെ അതിർ വിട്ടു സീദോന്യ വഴിയായി ദെക്കപ്പൊലിക്ക് നടുവിൽ കൂടി യേശു വന്നെന്ന. വിളിച്ചെടുത്ത് പോകാൻ യേശുവിന് നേരമില്ല. അപ്പൊ പിന്നെ ദെക്കപ്പൊലിക്ക് നടുവിൽ പോയ കാര്യം എന്നാണെന്നറിയാമോ? 7-ൽ 5:20 ദെക്കപ്പൊലിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരുവനുണ്ട്. അവനെ അന്വേഷിക്കാനാണ് 7-ൽ കർത്താവ് ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് സെൻട്രൽ പാസ്റ്റർമാരോ സംഘടനക്കാരോ അല്ലെന്ന്. നമ്മെ അപ്പോയിന്റ്മെന്റ് ദൈവമാണെന്ന്. അതുകൊണ്ട് ദൈവം നമ്മെ അന്വേഷിച്ച് വരാതിരിക്കുകയില്ലെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന്. ഞാൻ എപ്പോഴും പറയും, ഈ നമ്മുടെ വേലക്കാർക്ക് മാത്രം ശമ്പളമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ ജോലിക്കാർ സ്വീപ്പർ പോസ്റ്റ് ആണെങ്കിലും സാലറി. നമ്മുടെ വേലക്കാർക്ക് എന്തോന്നാ പറയുന്നത്? സപ്പോർട്ട്. അങ്ങനെയില്ലേ? നിങ്ങളെങ്കിലും ഒന്ന് സപ്പോർട്ട്. നിങ്ങളുടെ ഇവിടുത്തെ ഏത് പണിക്കാർക്ക് എന്തുവാ? സാലറി. നമുക്ക് ഉള്ളത് എന്തുവാ? 500-250 ഒക്കെ ആയിരിക്കും. അതെന്തോ അത് ചിലപ്പോൾ അതും കാണില്ല. നമുക്കെന്താ പറയുന്നത്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് എന്തോന്ന്? സപ്പോർട്ട്. സെൻട്രൽ പാസ്റ്റർമാർ പിന്നെ ജോൺ സാറിന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിറ്റ കാശ് സാറിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ സാറ് പറയും ഈ വാഴക്കൊല മൂക്കുന്നവരെ മാത്രമേ സപ്പോർട്ടുള്ളതെന്നാണ് പറയുന്നത്. സാറിനെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്, കാരണം നമ്മുടെ വാഴക്കൊല ഒരിക്കലും മൂക്കുകയില്ല. അതാ ഞങ്ങളുടെ വാഴക്കൊല മൂത്താ ഞങ്ങളുടെ പണി പോയിട്ട് അറിയാതെ. എന്നിട്ട് എന്ത് നിപ്പാ നമ്മൾ നിൽക്കുന്നത്? വെള്ള ഷർട്ടൊക്കെ ഇട്ട്. പണ്ട് ഒരാൾ ചോദിച്ചോല് നിങ്ങൾ എപ്പോഴും വെള്ളയാണല്ലോ, ആണല്ലോ, അതിന് മാത്രം വരുമാനമുണ്ടോ? ഞാൻ പറഞ്ഞു അതിന് മാത്രം ഈ സൂപ്പർ വൈറ്റ് മേടിക്കാനുള്ള കാശ് മാത്രമേ ഉള്ളന്നേ. അതിന് മാത്രമുള്ള വരുമാനമേ ഉള്ളൂ. സ്തോത്രം. അർത്ഥം അതല്ല കേട്ടോ. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച ഇവരൊക്കെ ബൈബിൾ മടക്കി 9-ആകുന്നു. അച്ഛനെ ഏൽപ്പിക്കേറ്റുണ്ട്. പുള്ളിക്ക് അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എനിക്ക് സമയം
ഇവിടെ തികയുന്നില്ല പറയാനായിട്ട്, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാമെന്ന് യേശു കൽപ്പിച്ചു എന്നാണോ കൽപ്പിച്ചിരുന്നു എന്നാണോ? കൽപ്പിച്ചിരുന്നു. എപ്പോൾ? 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വരെ കൽപ്പിച്ചിട്ടില്ല. വായിച്ചു നോക്കിക്കോ. പക്ഷെ എട്ടിപ്പറയാ കൽപ്പിച്ചിരുന്നു. എപ്പോൾ കൽപ്പിച്ചു? 4:39 കൽപ്പിച്ചു. അത് വായിക്കില്ലേ? 4:39. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അതറിയാമല്ലോ, ഞാൻ വിവരിച്ചോളാം. പടകിൽ കയറി ഉറങ്ങിയ പാടെ കാറ്റ് വന്നു, പടകിളകി. ശ്രദ്ധിച്ചോ? യേശു ഉണർന്നു. ഈ യേശു പടകിനകത്ത് കയറിയപ്പോഴേ ഭൂതത്തിന് മനസ്സിലായി ഇങ്ങോട്ടാ വരുന്നതെന്ന്. ഉറങ്ങാൻ നോക്കി നിന്നു. ഉറങ്ങിയ പാടെ അടിയിളകുമാർ അലകൾ ഇളക്കി ആഞ്ഞാഞ്ഞടിച്ച പ്രചണ്ഡവാതകം പോലെ തിരമാല ഉയർന്നു. യേശു എഴുന്നേറ്റു, കടലിനോട് പറഞ്ഞു അനങ്ങാതിരിക്കുക. ഞാനൊരു ക്രൂസൈഡൊക്കെ കഴിഞ്ഞ് ആ ഭ്രാന്തൻ്റെ കെട്ടുപൊട്ടിക്കാൻ പോകുമ്പം അമ്മത്തൊട്ടിൽ ആട്ടുന്ന പോലെ പതുക്കെ താരാട്ട് പാട്ട് പാടി ഉറക്കിക്കൂടെ? കടല് പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങളെ ഇളക്കുന്നൊരു ശക്തിയുണ്ട്. അതേതാ? യേശുവിൻ്റെ അഗ്നിജ്വാലക്കത്തെ കണ്ണ് തുറന്ന് ഈ തെന്നിക്കാറ്റിന് പകരം ഈശാന മൂലം കാറ്റ് പോലെ കൊടിയ കാറ്റടിക്കുന്ന കണ്ടപ്പം കാറ്റിൻ്റെ പിറകിൽ ആരാണെന്നറിയാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ 6000 ഭൂതങ്ങൾ അന്തരീക്ഷത്തിൽ ചിരിച്ചോണ്ട് നിൽക്കുന്നു. അടുത്ത വാക്ക് കാറ്റിനെ ശാസിച്ചു. ഇനി ദൂത് പറയാൻ പോവുക. കടലിൽ യേശു ശാസിച്ച സെക്കൻഡിൽ കരയിൽ കെട്ടുപൊട്ടി. അതാണ് യേശു എന്നപ്പം മൂക്കും കുത്തി കാലയെ വന്ന് വീണേച്ചും ഞങ്ങളെ പറഞ്ഞയക്കരുത് പറഞ്ഞത്. അർത്ഥം മനസ്സിലായോ? മോനെ, നീ എൻ്റെ കൂടെ വരണ്ട, നിന്നെ വീട്ടിലേക്ക് കയറ്റുകയില്ലെന്ന് വാദിക്കുന്ന ഒരു ശക്തിയുണ്ട്. യെശയ്യാവ് 14:16 വായിക്കണ്ട, സമയമായി. പട്ടണത്തെ മറിച്ചു കളയും, ഭൂതലങ്ങളെ പിടിച്ചടക്കും, തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ലൂസിഫറാണെന്ന് അവിടെ ഉണ്ട്. അറിയാമോ? ഒരു കൽപ്പണിക്കാരന് 1000 രൂപ കിട്ടിയാൽ അവനെ വിടത്തില്ല വീട്ടിൽ, അവൻ്റെ കാശും വിടത്തില്ല, അവന് വഴിയിൽ കള്ളു കുടിച്ച് കിടക്കും. മനസ്സിലായോ? 4-ാം ക്ലാസ്സുകാരനും 4 പത്രം വായിച്ചാൽ 4 ലോക സാമ്രാജ്യങ്ങൾ പറയാനറിയാം. ഞങ്ങൾ പറയുന്ന സുവിശേഷം മാത്രം എന്താ തലയിൽ കയറാത്തെന്നറിയാമോ? വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലെന്ന്. ഇവിടെ 4-ാം ക്ലാസ്സുകാരും 10-ാം ക്ലാസ്സുകാരും വിദ്യാഭ്യാസം കുറഞ്ഞവരും ഭരണസിരാ കേന്ദ്രത്തിൽ വരുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലെന്ന്. മറിച്ച് ഞങ്ങൾ പറയുന്ന സുവിശേഷം മാത്രം നിന്റെ തലയ്ക്കകത്ത് കേറാതിരിക്കാൻ, സുവിശേഷത്തിന്റെ തേജസ്സുള്ള മർമ്മം ശോഭിക്കാതിരിക്കാൻ ഒരന്ധകാരത്തിന്റെ ബന്ധനം തലയ്ക്ക് മീതെ വ്യാപരിക്കുന്നുണ്ട്. യേശു പറയുകയാണ് നിന്നെ വീട്ടിൽ കയറ്റുകയില്ലെന്ന്. 12 വർഷമായി വെല്ലുവിളിച്ചവന്റെ കെട്ട് ഞാൻ പൊട്ടിച്ചിരിക്കുന്നു. നീ എന്റെ കൂടെ വരണ്ട, നീ വീട്ടിലോട്ട് കയറ്. തടുക്കുന്നവനാരാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് 2-3 മിനിറ്റ് മുന്നോട്ട് പോകും. കുഴപ്പമില്ലെന്ന ഭാഷ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്ന് ശാസിച്ചാൽ, കർത്തൃദാസന്മാരെ, വഴുവാടി എന്ന സ്ഥലത്തിൽ നമ്മൾ കൽപ്പിച്ചാൽ 85 കൊല്ലമായി യോഗം നടക്കുമ്പോൾ ഇതിനകത്തെ വിടുതലുള്ളൂ. ഈ രാത്രിയിൽ ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കടലിൽ യേശു ശാസിക്കുമ്പോൾ കരയുടെ കെട്ടുപൊട്ടുമെങ്കിൽ മാവേലിക്കരയെ അടക്കി ഭരിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങളുടെ മൂടോടെ പിഴുതെറിയാൻ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ചവർ, ദൈവകൃപ പ്രാപിച്ചവർ, ഒരു കമാൻഡിംഗ് പവർ, ഒരു അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവർ എത്ര പേരുണ്ട്? ദാസൻ വന്നിട്ട് പറഞ്ഞു എന്റെ കുഞ്ഞിന് സുഖമില്ല, പൊക്കോ സുഖമാകും. പോകുന്ന വഴിയിൽ ദാസൻ വന്നു പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എപ്പോൾ? ഇന്നലെ 7 മണിക്ക്. ഇന്നലെ
ഇന്നലെ 7 മണിക്കാ യേശു പറഞ്ഞത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നെന്ന്. പറഞ്ഞ സെക്കൻഡിൽ മൈലുകൾക്കപ്പുറത്തെ വിടുതലുണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് നമ്മൾ ശാസിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി മുച്ചൂട് മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ച് നിന്റെ കുടുംബത്തിനകത്ത് പതിയിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അരിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവരെ ഒരല്പസമയം കരമൊന്ന് ചേർത്തടിച്ചു. ഈ രാത്രിയിൽ കേന്ദ്രദേശത്തെ ബന്ധനം അഴിച്ചവൻ നമ്മുടെ ബന്ധനം അഴിക്കട്ടെ. കരമടിക്ക് നിർത്തരുത്. ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. പൊട്ടിമാറട്ടെ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. നിന്റെ തലമുറകളെ, നിന്റെ പിതാക്കന്മാരെ സ്വർഗീയ വീട്ടിലേക്ക് കയറ്റാതെ വഴിയിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ, അഷ്ടദിക്കിന്റെ അവകാശങ്ങളെ മൂടോടെ മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് രാത്രിയിൽ യേശു അഴിക്കാൻ പോവുകയാണ്. അധികാരത്തോടെ പറ, ഇന്ന് രാത്രി സ്വർഗരാജ്യ പ്രവേശനം ബന്ധിക്കപ്പെട്ടവൻ വിടുവിക്കപ്പെടട്ടെ.